ഭാഗ്യോദയേന ബഹുജന്മസമാർജിതേന സത്സംഗമേവ ലഭതേ പുരുഷോ യദാ വൈ അജ്ഞാനഹേതുകൃതമോഹമഹാന്ധകാരനാശം വിധായ യതി തതോദയതേ വിവേകഃ. മദീയഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് അജ്ഞാനതിമിരാരുണഃ. ഹരി ഓം തത്സ. ഹരി ഹരി. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു 3 തവണ ഓങ്കാരം ജപിക്കാം. ഓങ്കാരം ജപം നന്നാവണം. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് ആ അഖിലലോക വ്യാപ്തി എന്ന് പറഞ്ഞ ആ മാനത്തിലേക്ക് വികസിക്കട്ടെ. ഈ കൂട്ടായ ഓങ്കാര ജപം എല്ലാ ദിക്കിലും വ്യാപിച്ച് അതിൻ്റെ മംഗളപ്രസരണം എത്തിക്കണമെന്നതാകണം നമ്മുടെ സങ്കല്പം. ഹരി ഹരി. ഓ ഹരി ഓം തസ്. ജയ ഗുരു. ഭജന ദൂരത്തു നിന്ന് കേട്ടപ്പോൾ നല്ല ഉത്സാഹവും ചൊടിയൊക്കെ ഉണ്ടായിരുന്നു. വളരെ നന്നായി. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഈ മലയാള ഭാഷ വളരെ വിശേഷപ്പെട്ട ഒരു ഭാഷയാണല്ലോ. സംസ്കൃതമാണ് ഒരുമാതിരി ഭാഷകൾക്കൊക്കെ അമ്മ. അതിൽ 48 അക്ഷരമാണ്. മലയാളത്തിൽ 3 അക്ഷരവും കൂടി കൂടുതലാണ്. അങ്ങനെ എത്ര ഭാഷകളുണ്ട് കൂടുതൽ അക്ഷരമുള്ളത് എന്നുള്ളത് എനിക്കറിയില്ല. വളരെയധികം പ്രാഗൽഭ്യം മലയാളത്തിന് അവകാശപ്പെടാം. മഹാഭാരതത്തിൽ തന്നെ പറയുന്നുണ്ട്, അന്ന് കാലത്ത് തന്നെ നല്ല സംസ്കാരമുള്ളവർ കേരളത്തിലുണ്ടായിരുന്നു എന്ന്. അപ്പോൾ സംസ്കാരം ഉണ്ടാവണമെങ്കിൽ അവിടെ ഭാഷ വളർന്നാലേ പറ്റുള്ളൂ, അല്ലാതെ സംസ്കാരം സാധ്യമല്ല. മലയാളം ഒരു ക്ലാസിക്കൽ ഭാഷയാണോ എന്ന് ചോദിച്ചപ്പോൾ ഈ മഹാഭാരതത്തിലുള്ള റെഫറൻസിനെ കുറിച്ച് പറഞ്ഞു എന്നെനിക്ക് തോന്നുന്നില്ല. എൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടപ്പോൾ ഞാനതൊന്ന് പറയണമെന്ന് വിചാരിച്ച് പിന്നെ പറയുണ്ടായില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അപവാദങ്ങൾ കുറേ നമ്മുടെ ഭാഷയിൽ സംഭവിക്കുന്നുണ്ട്. ഈ ഇന്ത്യൻ ഭാഷകൾക്കുള്ളൊരു വിശേഷം, എഴുതിയ അക്ഷരം ആ അക്ഷരം പോലെ സംസാരിക്കുന്നുള്ളതാണ്. ഉച്ചാരണങ്ങൾക്ക് പ്രത്യേക ഒരു സ്പെല്ലിംഗ് ഇല്ല. വെൻറ്റ് എന്നുള്ളതിന് WENT എന്ന് എഴുതിയിട്ടാണ് വെൻറ്റ് എന്ന് പറയണത്. അപ്പോൾ ഉച്ചാരണങ്ങളെ സ്പെല്ല് ചെയ്യാമെന്നൊരു സമ്പ്രദായം ഇംഗ്ലീഷിനും യൂറോപ്യൻ ഭാഷകൾക്കും ഒരു പക്ഷേ ഉണ്ടാവാം. നമുക്കങ്ങനെയില്ല. ആ എന്ന് പറഞ്ഞാൽ ആ, പോ എന്ന് പറഞ്ഞാൽ പോ, വരൂ എന്ന് പറഞ്ഞാൽ വാരു. അപ്പോൾ എഴുതിയ അക്ഷരങ്ങളെ അതുപോലെ സംസാരിക്കാനുള്ള ഒരു നിഷ്കർഷ നിങ്ങളെല്ലാവരും ചെലുത്തണം. ഇപ്പോൾ താ സാ എന്ന് പറയും, വത്സ എന്നാണത് പറയണത്, വത്സ എന്നാണ്. ഈ അപവാദം നിങ്ങൾ വരാതെ നോക്കണം. ഭാഷയുടെ സൗന്ദര്യം മുഴുവൻ ഹനിക്കപ്പെടുന്നു അവിടെ. അഖില ജീവ വത്സലഹ എന്ന് തന്നെയാണ് ശബ്ദം, വാത്സല്യം എന്ന് തന്നെയാണ്. അതുപോലെ മുകുന്ദൻ എന്ന് പറഞ്ഞിട്ട് മുകുന്ദ എന്ന് വിളിക്കും.
എന്താ നമുക്ക് ദകാരം വായിൽ നുഴയില്ലേ? ആനന്ദം എന്നുള്ളത് അന്തം ദം ദം. എത്ര വിശേഷപ്പെട്ട വാക്കാണത്. എന്നിട്ട് ആനന്ദം, ചന്ദനം. ചന്ദനം എന്തെങ്കിലും ചന്ദനം, ചന്ദനം എന്നല്ലേ നമ്മൾ എഴുതുന്നത്. അത് അതേപോലെ പ്രൊനൗൺസ് ചെയ്യാൻ, ഉച്ചരിക്കാൻ നമുക്ക് പ്രാപ്തിയില്ല എന്നാണോ നിങ്ങൾ പറയണത്? 51 അക്ഷരങ്ങൾ 48 പോരാന്ന് പറഞ്ഞ് ള റ ഴ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളവർ. അപ്പോൾ ഈ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അദ്ഭുതം എന്നെഴുതുന്നതിന് പകരം അത്ഭുതം എന്നാക്കി തീർത്തു. എന്താ ഈ ദകാരവും ഭകാരവും കൂടി കൂട്ടിയോജിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാകാം നമ്മുടെ പൂർവികർ താവോടുകൂടി ഭകാരം ചേർത്തത്. കേൾക്കുന്നുണ്ടോ? താവോടുകൂടി ചേർക്കുമ്പോൾ ഇങ്ങനെയുള്ളതോട് കൂടി ചേർക്കാമല്ലോ. പക്ഷേ ഒരു ഖരാക്ഷരത്തിൻ്റെ തൊട്ട് പിന്നാലെ ഒരു മൃദു അക്ഷരം വന്നാൽ ആ ഖരം മൃദുവായി തീരും. അത്ഭുതം എന്ന് പറയാൻ പറ്റില്ല. അദ്ഭുതം, അദ്ഭുതം, അദ്ഭുതം. ഇവിടെ പത്രക്കാർ കണ്ട് സ്ട്രഗിൾ ചെയ്യാണ്. ഉദ്ഘാടനോ 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 എന്ന്. സംഗതി ഒന്നാ. അത് ഉദ്ഘാടനം എന്നാണ്. താ കഴിഞ്ഞ് ദാ വരുന്നത് കൊണ്ട് ഘ വരുന്നത് കൊണ്ട് ഉദ്ഘാടനം, ഘ എന്നാണത്. അത് ഉദ്ഘാടനം എന്ന് ചിലരെഴുതും. ഞാൻ പത്രക്കാർക്ക് എഴുതുകയുണ്ടായി, വയ്ക്കുക, വയ്ക്കുക, ആലോചിക്കുക, ഇക്കുക, ആലോചിക്കുക എന്നല്ല. അവിടെ യകാരം ചേർത്ത് എഴുതണം. എഴുതിയില്ലെങ്കിൽ ആ ഉച്ചാരണം സാധ്യമല്ല. വയ്ക്കുക, വെച്ചു. അടയ്ക്കുക, അടച്ചു. അടക്കുക, അടക്കി. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇല്ല. അടക്കുക, അടയ്ക്കുക എന്ന് 2 വേറെ വാക്കുകളുണ്ടല്ലോ. അപ്പോൾ ഈ രണ്ടിനും ഉക്കുക, ഉക്കുക എന്ന് എഴുതിയ ആരായി? വായിക്കുന്നവൻ എവിടെ എത്തിയപ്പോൾ തൃശങ്കുവായി തീർന്നു. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അടയ്ക്കുക എന്നാണോ അതോ അടക്കുക എന്നാണോ എന്ന് ആ പറയുന്നതിൽ പോയാൽ ശരിക്കും എഴുതണം. അപ്പോൾ യകാരം ചേർത്ത് എഴുതണം. അടയ്ക്കുക. അങ്ങനെ വന്നാലോ അതിൻ്റെ ഒക്കെ ഭൂതകാലം ചു ചു എന്നുള്ളതിലാണ് അവസാനിക്കുക. നടക്കുക, നടന്നു. അടയ്ക്കുക, അടച്ചു. വയ്ക്കുക, വെച്ചു. പൊക്കുക, പൊക്കി. കണ്ടോ? അവിടെ ചകാരം വരില്ല. അപ്പോൾ ഒന്നുകിൽ കുട്ടികൾക്കിത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, അല്ലെങ്കിൽ അവരെ കൊണ്ട് ശരിക്കും ഉച്ചരിപ്പിക്കാനായി യകാരം ചേർത്ത് എഴുതണം. ഈ യകാരം ചേർത്ത് എഴുതുമ്പോൾ ഉക്കൂന്ന് വരുമ്പോഴാണത് കൂടുതലും യകാരം ആവശ്യം വരുന്നത്. മറിച്ച് അതിനൊരു വള്ളി ഇടാൻ പുറപ്പെട്ടാൽ അടക്കി എന്ന് പറഞ്ഞാൽ മതി. യകാരം ആവശ്യമില്ല അവിടെ. യകാരം കൊണ്ട് പ്രയോജനമൊന്നുമില്ല. കാന്ന് കഴിഞ്ഞാൽ പിന്നെ പറയുമ്പോൾ കീ 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 എന്ന് തന്നെയാണ് പറയുക. ആ കീ യകാരമില്ലെങ്കിലും അടക്കി, അടക്കി, നടുക്കി, പൊക്കി. അവിടെ യകാരത്തിൻ്റെ ആവശ്യമില്ല. നേരെ മറിച്ച് പൊക്കുക എന്ന് പറയുന്ന മാതിരി നനയ്ക്കുക, നനയ്ക്കുക. അവിടെ യകാരം വേണം. ഇപ്പം നമ്മുടെ പത്രത്തിൽ ഞാൻ കാണുന്നത് വള്ളിയിടുമ്പോഴും യകാരം വെച്ച് തട്ടി. തകരാറ് പറയാൻ പറ്റില്ല, പക്ഷേ ആവശ്യമില്ല. അങ്ങനെ ഒരു തീരുമാനം നമ്മുടെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പഴയ കാലത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നു അത്രേ. അപ്പോൾ ഇതൊക്കെ കുട്ടികളെ നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. വത്സലഹ, വാത്സല്യം എന്നൊരു വാക്ക് എഴുതിയിട്ട് വാത്സല്യം, വാത്സല്യം എന്തു വാലാവോ അത്? അപ്പോൾ ഈ ഭാഷയോട് നിങ്ങൾക്കൊരു പ്രതിപത്തി വേണം. നമ്മളായിട്ട് ഭാഷയെ കേടുവരുത്തരുത്. കുട്ടികൾക്ക് നല്ല പോലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. 1-ാം ക്ലാസ് മുതൽക്കുള്ള ടീച്ചർമാരെ ഉച്ചാരണ ശുദ്ധി ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം അവരെ അപ്പോയിൻ്റ് ചെയ്യാൻ. അവർ ഭാഷയ്ക്ക് വേണ്ടി നല്ലപോലെ ശ്രദ്ധിക്കണം. എങ്ങനെയാണ് ഓരോ ഉച്ചാരണവും വായിൽ നിന്ന് വരുന്നതെന്ന്. ഞാൻ ചിലപ്പോൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഉച്ചാരണം വന്നില്ലെങ്കിൽ മുഖത്ത് നോക്കൂ എന്ന് പറയും. മുഖത്ത് നോക്കിയിട്ട് എവിടേക്കാണ് ഈ നാവും പല്ലും ഒക്കെ പിടിക്കണതെന്നൊന്ന് നല്ലോണം നോക്കിയിട്ട് അങ്ങോട്ട് ഉച്ചരിക്കുമ്പോൾ അതങ്ങോട്ട് വരും. വായ നോക്കണം, എങ്ങനെയാണ് നാവ് എവിടെയാണ്. സ സ ഷ ഷ ഷ ഷ ഷ സ സ സ ഷ ഷ ഷ. എല്ലാ സ്ഥലത്തിലും ഈ നാവ് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചിട്ടൊക്കെയാണ്. കണ്ഠത്തിൽ നിന്ന് പുറപ്പെട്ട്
ചുണ്ടും മൂക്കും വരെയാണ് നമ്മുടെ ഉച്ചാരണങ്ങളെല്ലാം. മൂക്കിൽ നിന്ന് വരുന്ന ശബ്ദത്തിനാണ് അനുനാസികം എന്ന് നമ്മൾ പറയുന്നത്. ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, പാട്ട് വളരെ നന്നായി, പക്ഷേ ആ ഉച്ചാരണത്തിൽ ഈ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. നമുക്ക് ശ്ലോകങ്ങൾ ചൊല്ലാം. 3:13 മുതൽക്ക്. സ്വഭാവാദേവ ജാനാനോ ദൃശ്യമേ തന്ന കിഞ്ചന ഇദം ഗ്രാഹ്യമിദം ത്യാജ്യം സഖിം പശ്യതി ധീരധീ. എല്ലാവരും ചൊല്ലുവപ്പാ. അന്തസ്ത്യക്തകഷായസ്യ നിർദ്വന്ദ്വസ്യ നിരാശിഷഃ യദൃച്ഛയാഗതോ ഭോഗോ ന ദുഃഖായ ന തുഷ്ടയേ. അഷ്ടാവക്ര ഉവാച. ഹന്താത്മജ്ഞസ്യ ധീരസ്യ. ജനക ഉവാച. അതെയോ? ഇത് മറിച്ചാൽ കഴിഞ്ഞു. ഹന്താത്മജ്ഞസ്യ ധീരസ്യ ഖേലതോ ഭോഗലീലയാ നഹി സംസാരവാഹികൈഃ മൂഢൈഃ സഹ സമാനതാ. യത്പദം പ്രേപ്സവോ ദീനാഃ ശക്രാദ്യാഃ സർവദേവതാഃ അഹോ തത്ര സ്ഥിതോ യോഗീ ന ഹർഷമുപഗച്ഛതി തജ്ഞസ്യ പുണ്യപാപാഭ്യാം സ്പർശോ ഹ്യന്തർന ജായത്തെ ന ഹ്യാകാശസ്യ ധൂമേന ദൃശ്യമാനാപി സംഗതിഃ ആത്മൈവേദം ജഗത്സർവം ജ്ഞാതം യേന മഹാത്മനാ യദൃച്ഛയാ വർത്തമാനം തം നിഷേദ്ധും ക്ഷമേതകഃ. ജനക മഹാരാജാവ് വളരെ വിശേഷപ്പെട്ട ഒരു ജ്ഞാനിയായിരുന്നു. വ്യാസദേവൻ്റെ പുത്രനാണ് ആര്? ശുകൻ. നിങ്ങൾക്കറിയാമോ വ്യാസദേവന് 4 മക്കളാണെന്ന്? ആ 4 മക്കളും 4 തരത്തിലാണ്. ഒരു ധർമ്മപുത്രൻ, ഒരു അർത്ഥപുത്രൻ, ഒരു കാമപുത്രൻ, ഒരു മോക്ഷപുത്രൻ. ധർമ്മപുത്രൻ ആരാ? വിദുരൻ. അർത്ഥപുത്രനോ ധൃതരാഷ്ട്രൻ. കാമപുത്രൻ പാണ്ഡു. മോക്ഷപുത്രനാണ് ശുകമഹർഷി. ഈ ശുകമഹർഷി ചെറുപ്പത്തിൽ തന്നെ ജ്ഞാനിയായിരുന്നു. അങ്ങനെയല്ലേ സംഭവിക്കാൻ വഴിയുള്ളൂ. സാധാരണ കുട്ടികളൊക്കെ സാധാരണ നിലയ്ക്കുള്ള അച്ഛനമ്മമാർക്ക് കുട്ടികളായി ജനിക്കുന്നവരാ. അവർക്ക് ദേഹാത്മബുദ്ധി ഉണ്ടാവും. ദേഹത്തോടനുബന്ധിച്ച പല കാര്യങ്ങളും മനസ്സിലുണ്ടാവും. കാമം തീരെ ഇല്ല എന്ന് പറഞ്ഞുകൂടാ. അങ്ങനെ സ്ത്രീ പുരുഷ സംസർഗം കൊണ്ട് ജനിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ ഒരളവ് വരെ ആ വക കറകളും കുറകളുമെല്ലാം നമ്മളെയും തീണ്ടി എന്ന് വരാം.
ഈ ശുഗമഹർഷിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജനിച്ചത് അങ്ങനെയല്ല. അതുകൊണ്ട് അദ്ദേഹം ചെറുപ്പത്തിലേ ശുദ്ധമതിക്കാരനാണ്, നല്ല ശുദ്ധ മനസ്സാണ്. അപ്പോൾ ഈ ലോകം എന്ന് പറയുന്ന പിശാച് ആ കുട്ടിയെ പിടിപെട്ടില്ല. ചെറുപ്പത്തിൽ തന്നെ ഒരു നിലയ്ക്ക് പ്രബോധമുള്ളവനാണ്. അപ്പോൾ അച്ഛനോട് ചോദിച്ചു, നമ്മുടെ ശാസ്ത്രങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ വളരെ ഉണ്ടല്ലോ, വേദങ്ങൾ മഹാവാക്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ് മഹാവാക്യങ്ങൾ? പ്രജ്ഞാനം ബ്രഹ്മ, അയമാത്മാ ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി, തത്വമസി, സർവം ഖൽവിദം ബ്രഹ്മ ഇത്യാദി മഹാവാക്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ പറയുമ്പോൾ കുട്ടിക്ക് ഇത് മുഴുവനും അറിയാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറയുകയാണ്, അച്ഛൻ എനിക്കൊന്നും പുതിയതായിട്ട് പറഞ്ഞു തന്നില്ല, ഇതൊക്കെ എനിക്കറിയാം. അച്ഛൻ സമ്മതിച്ചു. അപ്പോൾ ഈ കുട്ടിയോട് ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഈ കുട്ടിക്ക് പിന്നെ അറിയുമെങ്കിൽ പിന്നെ എന്താണ് ഒരു പോരായ? ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ നല്ല പോലെ മനസ്സിലാക്കി തെളിഞ്ഞാലും ജ്ഞാനിയാവാൻ ആ ജ്ഞാനിയുടെ ചില ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. ഈ ലക്ഷണങ്ങളെ പറ്റിയാണ് ഭഗവത്ഗീതയിൽ 13-ാമത്തെ അധ്യായത്തിൽ കൃഷ്ണൻ പറയുന്നത്, വളരെ വിശേഷപ്പെട്ടത്. അസക്തിരനഭിഷ്വംഗ പുത്രധാരഗൃഹാദിഷു എന്നൊക്കെ പറഞ്ഞ് 20 ലക്ഷണങ്ങളാണ് പറയുന്നത്. ഇത് 20 ലക്ഷണങ്ങളും കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ ജ്ഞാനമായി. ഇതല്ലെങ്കിലോ ഒക്കെ അജ്ഞാനം എന്ന് പറഞ്ഞ് കൃഷ്ണൻ നിർത്തുക. അപ്പം നമ്മൾ ഈ ആത്മാവിനെ ഒരു കുത്തുപോലെ മനസ്സിലാക്കിയത് കൊണ്ട് ഒരുത്തൻ ആത്മജ്ഞാനിയാകുന്നില്ല. ആത്മജ്ഞാനിയാകണം എന്നുണ്ടെങ്കിൽ ആ ആത്മജ്ഞാനത്തോട് കൂടി പോകുന്ന പല വിധത്തിലുള്ള മനോബുദ്ധി വിഭവങ്ങളുണ്ട്. ആ വിഭവങ്ങളും കൂടി അവിടെ വേണം. അതിനാണ് ഈ സാധനയും തപസ്സും സംയമവും ഒക്കെ ആവശ്യം. അപ്പോൾ ശുഗമഹർഷി ചെറുപ്പത്തിൽ തന്നെ ബുദ്ധിമാനായി, അറിവാളിയായി എന്നുണ്ടെങ്കിലും ആ അറിവിനനുസരിച്ചൊരു പാകം ആ കുട്ടിയിലുണ്ടായിരുന്നില്ല. അപ്പം അതിനെന്താണ് വഴി? തൻ്റെ തോൽവി സമ്മതിക്കുക, എന്നിട്ട് മകനെ പറഞ്ഞയക്കുക. എങ്ങടാ പറഞ്ഞയച്ചത്? ജനക മഹാരാജാവിൻ്റെ അടുക്കില്ല. ജനക മഹാരാജാവോട് വിവരം പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടിയില്ല. 6 മാസം കോവിലകത്തിന് പുറത്തിരുത്തി, പിന്നെ ഒരു 6 മാസം കോവിലകത്തിൻ്റെ ഉള്ളിലിരുത്തി. അത് കഴിഞ്ഞ് അന്തഃപുരത്തിൽ 6 മാസം പാർപ്പിച്ചു അത്രേ. എന്നിട്ടാണ് വിളിച്ച് സംസാരിച്ചത് എന്താ? എൻ്റെ പൊന്നു മോനെ, അങ്ങയ്ക്ക് ചെറുപ്പം മുതൽക്ക് തന്നെ നല്ല ബുദ്ധിയും ആശയത്തെളിച്ചവുമുള്ള കുട്ടിയാണ്. പോരാത്തതിന് അച്ഛൻ ധാരാളം പറഞ്ഞു തന്നു. ഈ തനിക്ക് അറിയുന്നതും അച്ഛൻ പറഞ്ഞ് സ്ഥിരീകരിച്ചതുമായ അതേ ജ്ഞാനമാണ് ഞാൻ ആവർത്തിക്കാൻ പോണേ എന്ന് പറഞ്ഞിട്ടാണ് അതിനെ പറഞ്ഞു കൊടുത്തത്. ഇനി ശുഗന് എന്താ ഒന്ന് ആവശ്യം എന്ന് ചോദിച്ചാൽ സംയമമാണ് വേണ്ടത്. സംയമം എന്ന് പറഞ്ഞാൽ ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ബഹളം കൂട്ടിയുള്ള വ്യാപാരങ്ങൾക്കൊന്നും പോകാതെ ഒതുങ്ങി അങ്ങോട്ട് ഇരിക്കുന്ന ഒരു ഇരുത്തം, ബഹളമില്ലാതെ ഇരിക്കുക, അതാണ് ആവശ്യം. അതാണ് കുട്ടിക്ക് വേണ്ടത്. അപ്പോൾ സംയമം പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞ് അയച്ചു എന്നൊരു നല്ല സംഭവ കഥയുണ്ട് നമുക്ക്. എന്തിനാ ഞാനിത് പറഞ്ഞത്? ജനകൻ ഉപായപ്പെട്ടവനല്ല, അതിബുദ്ധിമാനായിരുന്നു, പ്രതാപശാലിയായിരുന്നു. സാധാരണ രാജാക്കന്മാർക്ക് വാളുകൊണ്ടും മെയ്യുകൊണ്ടും പയറ്റുകൊണ്ടുമുള്ള ഒരു യോഗ്യതയാണ് കൂടുതൽ. ജനകനെ സംബന്ധിച്ചിടത്തോളം ഹസ്തബലം എത്രത്തോളം ഉണ്ടായിരുന്നോ അത്രത്തോളം മനോബലവും ബുദ്ധിബലവും ആത്മബലവും ഉണ്ടായിരുന്നു. ഇത് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ആത്മജ്ഞാനം കൂടിയേ തീരൂ. അപ്പോൾ ആത്മജ്ഞാന സമ്പന്നനായിരുന്നു ജനകൻ. ആ ജനകൻ എപ്പോഴാണ് അഷ്ടാവക്ര മഹർഷിയോട് ഈ ചോദ്യം ചോദിച്ചത്? കഥം ജ്ഞാനമവാപ്നോതി, കഥം മുക്തിർഭവിഷ്യതി, ജ്ഞാനം എങ്ങനെ കിട്ടും, മുക്തി എങ്ങനെ ഉണ്ടാവും, വൈരാഗ്യം എങ്ങനെ നേടാം, ഇത് ചുരുക്കി എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞത് ഏത് വയസ്സിലാണ് എപ്പോഴാന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ആ 4 ചോദ്യത്തിൽ വലിയ അർത്ഥമാണ് ഇരിക്കുന്നത്. 3 ചോദ്യത്തിൽ അതിന് മറുപടിയായിട്ടാണ് പറയുന്നത്. അപ്പോൾ പറഞ്ഞത് മുഴുവനും വെള്ളത്തിൽ പാലൊഴിക്കുന്നത് പോലെ ഈ അറിവ് മുഴുവൻ ബിന്ദുക്കളായി ജനകൻ്റെ മനസ്സിലും ബുദ്ധിയിലും അലിഞ്ഞ് ചേർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ആ ചേർന്നതിന് തെളിവായിട്ടാണ് അഷ്ടാവക്രൻ സംസാരിക്കുന്നതിനനുസരിച്ച് ജനകൻ സമാനമായി സംസാരിക്കുന്നത്. ആ ജനകൻ്റെ സംസാരമാണ് ഈ അധ്യായത്തിൽ. അദ്ദേഹത്തിന് എന്താണ് അനുഭവത്തിൽ തോന്നുന്നത്? വളരെ വിശേഷപ്പെട്ട അനുഭവമാണ് അദ്ദേഹം പറയുന്നത്. ആത്മഹി വേദം ജഗത് സർവം ജ്ഞാതം യേന മഹാത്മന യദൃച്ഛയാ വർത്തമാനം
തം നിഷേധും ക്ഷമേതക. ഒരാത്മജ്ഞാനി മിണ്ടാതെ ഇരിക്കുന്നത് നിങ്ങൾ ആരും വിചാരിക്കരുത്. ഒരു മനുഷ്യൻ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കാര്യമായിട്ടും ആ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ചെറുപ്പമോ മുതിർച്ചയോ അനുസരിച്ചാണ് ഇരിക്കുക. ജ്ഞാനം കിട്ടുന്നത് ഒരു 45, 50, 60 വയസ്സ് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള യുവത്വം ഏതാണ്ട് കശപിശയൊക്കെ കഴിഞ്ഞു. പിന്നെ എന്ത് പ്രവൃത്തിയാണ്? അധികമൊന്നും പ്രവർത്തിക്കാൻ പറ്റില്ല. പിന്നെ വേണമെങ്കിൽ ആ ആള് ധാരാളം നീണ്ട് ജീവിക്കണം. നമ്മുടെ ശരീരത്തിൻ്റെ അംഗങ്ങൾക്കൊന്നും വികലത സംഭവിക്കരുത്. ആരോഗ്യം വേണം. ഈ ആരോഗ്യം എന്ന് പറയുമ്പോൾ വളരെ വിശേഷപ്പെട്ട ഒരു കാര്യമാണ്. ചിലർക്ക് പെട്ടെന്ന് ഓർമ്മയില്ലാതെ ഡെബിലിറ്റിയൊക്കെ വന്നു പോവും. അങ്ങനെയൊന്നും വരാതെ ഒരു ഭാഗ്യത്തോടു കൂടി ജീവിക്കാൻ നമുക്ക് പറ്റണം. ഇപ്പം വിവേകാനന്ദൻ ചെറുപ്പം വയസ്സിലാണ് അദ്ദേഹം ദേഹം വിട്ടു പോയത്. ശങ്കരാചാര്യനോ 32 വയസ്സിൽ പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ദീർഘകാലം ജീവിക്കുന്ന ജ്ഞാനികൾ വളരെ ചുരുങ്ങും. അവർക്ക് ജ്ഞാനം കിട്ടുന്നത് ഒരു വയസ്സ് കഴിഞ്ഞാൽ. നമുക്ക് 3-4 ഭൂമികയെ പറ്റി പറയുന്നുണ്ട്, സപ്തഭൂമിക യോഗവാസിഷ്ടത്തിൽ. അതിൽ ഒരു ഭൂമികയിൽ 12 കൊല്ലക്കാലം കഴിയണം അത്രേ. ആദ്യം കിട്ടുന്നത് ജ്ഞാനം. അദ്ദേഹം ഒരു ജ്ഞാനിയാവുന്നുള്ളൂ, ജീവൻ മുക്തനാവുന്നില്ല. ആ ജ്ഞാനത്തോടു കൂടി, ജ്ഞാനനിഷ്ഠയോടു കൂടി ഒരു 12 കൊല്ലം കഴിച്ചു കൂട്ടിയാൽ ജീവൻ മുക്തിയുടെ ആദ്യത്തെ പദം ആ ആൾക്ക് കിട്ടും. ആദ്യത്തത്. അതിലൊരു 12 കൊല്ലം കഴിഞ്ഞാൽ രണ്ടാമത്തെ പദം കിട്ടാം. അതിലൊരു 12 കൊല്ലം കഴിഞ്ഞാൽ 3-ാമത്തെ സ്ഥാനത്തിലെത്തും. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. വളരെ വിശേഷപ്പെട്ടതാണ്. ഇതൊക്കെ ഒരു ശാസ്ത്രമാണല്ലോ. എല്ലാറ്റിനെയും ശാസ്ത്രമാക്കിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ ജ്ഞാനം കിട്ടണം. ആ ജ്ഞാനനിഷ്ഠ സമഗ്രമായി പൂർണ്ണ മനസ്സോടുകൂടി പൂർണ്ണ സമയം ചെലവ് ചെയ്ത് ഒരു സന്യാസനിഷ്ഠനായി തന്നെ പ്രവേശിക്കണം. അതെല്ലാവർക്കും സാധിക്കുമോ? സാധിക്കില്ല. ജ്ഞാനം കിട്ടിയാലും അവരങ്ങോട്ട് കഴിഞ്ഞുകൂടും. ഭർത്താവ് ചിലപ്പോൾ റിട്ടയർ ചെയ്തു, എനിക്കിതിലാണ് താല്പര്യം എന്ന് പറഞ്ഞ് പോകുമ്പോൾ ഭാര്യ പറയുക അങ്ങ് പൊക്കോളൂ, കുട്ടികളുടെ കൂടെ ആരെങ്കിലും ഇരിക്കണ്ടേ എന്ന് പറഞ്ഞ് ഭാര്യ പിന്മാറാറുള്ളത്. അങ്ങ് മൂലാണ് എനിക്ക് കുട്ടികളെ കിട്ടിയിരിക്കുന്നത്, അങ്ങ് വിട്ടൊരു കുട്ടിയില്ല എനിക്ക്, അപ്പോൾ അങ്ങ് പോകണമെന്നുണ്ടെങ്കിൽ ഞാനും പോകാം എന്ന് പറയുന്ന ആൾക്കാരെ കാണാൻ കുറപ്പാണ്. ഞാൻ ആലോചിച്ച് നോക്കൂ മനുഷ്യൻ്റെ വൈഭവം. ഭർത്താവ് പോവാൻ തീർച്ചയാക്കിയാൽ പിന്നെ ഭാര്യയ്ക്ക് പോകാൻ എന്താ വിരോധം? അവിടെ മാത്രം ഭാര്യാഭർത്തൃ ബന്ധം അങ്ങോട്ട് ഉലയും. പിന്നെയോ അമ്മ മക്കൾ ബന്ധം അങ്ങോട്ട് ശക്തിപ്പെടും, തലപൊക്കും. ഇതിന് വല്ല ന്യായമുണ്ടോ ചോദിച്ചാൽ ഒരു ന്യായവും ഇല്ല. കുണ്ടോട്ടി ന്യായമേ ഉള്ളൂ. ഭർത്താവിനില്ലാത്തൊരു മമത കുട്ടികളെ സംബന്ധിച്ച് എന്തിനാ? പ്രായമായ കുട്ടികളെ സംബന്ധിച്ച്. അപ്പോൾ ഭർത്താവിനെ അനുഗമിക്കാമെന്ന് പറഞ്ഞ് ഭാര്യ പോവാ വേണ്ടേ? എന്നാൽ പോവില്ല. എന്നാൽ അനുഗമിച്ചില്ലേ? മണ്ഡനമിശ്രനെ ശങ്കരാചാര്യൻ തോൽപ്പിച്ചപ്പോൾ മണ്ഡനമിശ്രൻ ശിഷ്യനായി തീർന്നു. അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയും അതേമാതിരി അവരുടെ കൂടെ അങ്ങോട്ട് പോയി പുറപ്പെടുക ചെയ്തത്. ഒരു വാക്ക് രണ്ടാമത് പറഞ്ഞില്ല. അപ്പോൾ നമുക്ക് വളരെ നല്ല നല്ല ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ജനകൻ ഈ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ സംസാരിക്കുന്നത് വളരെ അർത്ഥവത്താണ്. ജ്ഞാനം കേട്ടു മാത്രം ഇരിക്കാനുള്ളതാണോ? അത് കേൾക്കുന്നതനുസരിച്ച് അനുഭവസിദ്ധമാകുമോ എന്ന് ചോദിച്ചാൽ അഷ്ടാവക്ര സംഹിതയിലാണ് അതിനുള്ള മറുപടി. ജനകൻ സംസാരിക്കുന്നത് നോക്കൂ. ആത്മൈവേദം ജഗത് സർവം ജ്ഞാതം യേന മഹാത്മന യദൃച്ഛയാ വർത്തമാനം തം നിഷേധും ക്ഷമേതക. ഞാൻ എന്താ പറഞ്ഞത്? ഒരു ആത്മജ്ഞാനിയുടെ കഴിവ്, സാമർഥ്യം, പ്രവർത്തനത്തിനുള്ള കുശലത, അതിനുള്ള തയ്യാറ്, അതിൽ അദ്ദേഹത്തിന് കൈവരാവുന്ന മികവ്, തികവ്, നിറവ്, പൂർണ്ണത, അന്യതര സാധാരണത്വം, പ്രത്യുത്പന്നമതിത്വം, ഇതെല്ലാം എത്രയാണെന്ന് പറയാൻ പറ്റില്ല. മനസ്സിനെ ശുദ്ധമാക്കി ബുദ്ധിക്ക് സൂക്ഷ്മത, കൂർപ്പ് കൂട്ടുന്നതാണ് ഈ ആത്മജ്ഞാനം. ഞാൻ എപ്പോഴും എൻ്റെ സംസാരത്തിൽ പറയാറുണ്ട്, വിദ്യാർത്ഥികൾ ഈ മേഖലയിൽ താല്പര്യമെടുത്ത് കുറേയൊക്കെ ഇത് വായിച്ച് ചിന്തിച്ച് കേൾക്കുമെങ്കിൽ അവർക്ക് ബുദ്ധിക്ക് സൂക്ഷ്മത കൂടും, കൂർപ്പ് കൂടും, പരീക്ഷയിൽ മാർക്ക് കിട്ടുന്നു. ഞങ്ങളുടെ ആശ്രമത്തിൽ ഒന്നിച്ചില്ലാനും കൊല്ലം മുൻപ് പെട്ടെന്നൊരു കുട്ടി പ്രത്യക്ഷപ്പെട്ടു. ഞാൻ അവനെ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. ആ സമയത്ത് വന്നത് ഉച്ചയ്ക്ക് ഊണ് കഴിക്കേണ്ട ആ സമയത്തോട് അനുബന്ധിച്ചാണ്. അപ്പം ഞാൻ പതിവ് പോലെ ഒരു 11:30 മണിക്കോ എങ്ങാണ്ട് സത്സംഗത്തിൻ്റെ അവിടെ പോയപ്പോൾ ഈ കുട്ടി വന്നിട്ടുണ്ട്. അല്ല, അതും കഴിഞ്ഞിട്ടാണ് വന്നത്. വന്നിട്ട് എന്നെ കാണാൻ വന്നു. കുട്ടിയായതുകൊണ്ട് ഞാൻ നിരുത്സാഹപ്പെടുത്തിയില്ല. വന്നു, ചോദിച്ചു,
സ്വാമിജി, ഞാൻ സ്വാമിജിയോടൊരു കാര്യം പറയാനാണ് വന്നത്. എന്താ കാര്യം? സ്വാമിജി പറയാറില്ലേ, ഇങ്ങനെ അധ്യാത്മ വിഷയത്തിൽ വിദ്യാർത്ഥികൾ താല്പര്യമെടുത്താൽ അവരുടെ പഠിപ്പിലൊക്കെ അവർക്ക് കൂടുതൽ ഒരു സുഗമതയുണ്ടാവും, എളുപ്പമുണ്ടാവുമെന്ന്. ഞാൻ ആ വകുപ്പിൽപ്പെട്ടതാണ്. അങ്ങ് പറയണത് ഞാൻ കേട്ടു, ഇതിൽ താല്പര്യമെടുത്തു. മുക്തിസുധാകരൻ കേൾക്കാറുണ്ട്. അപ്പം ഞാനും എൻ്റെ കൂട്ടാളികളും എല്ലാമായി ഒരേ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവർക്ക് 6.2 ആണ് ഗ്രേഡ്, എനിക്ക് 3.2 ആണ്. ഇപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എന്തായി എന്നറിയാമോ? എനിക്കിപ്പോൾ അവസാനം ഗ്രേഡ് കിട്ടിയത് 6.8 ആണ്. അവർ 6.2 നിൽക്കുക. അപ്പോൾ അവരെന്നോട് ചോദിക്കൂ, തനിക്ക് എന്ത് പറ്റി? 3.2 കാരൻ ഇപ്പം ഞങ്ങളെ കവച്ചു വയ്ക്കുമല്ലോ, എന്താണ് വിഷയം എന്ന് ചോദിച്ചപ്പോൾ, സ്വാമിജി ഇങ്ങനെ ഭൂമാനന്ദ സ്വാമിജി പറഞ്ഞുകൊണ്ടിരുന്നു, ഞാൻ മുക്തിസുധാകരൻ കേൾക്കാറുണ്ട്, അധ്യാത്മ വിഷയങ്ങളെക്കുറിച്ച് കുറച്ച് ആലോചിക്കാറുമുണ്ട്. ഈ അധ്യാത്മ വിഷയം എന്ന് പറഞ്ഞാൽ എന്താ? സൂക്ഷ്മമായ വിഷയമാണ്. ഇപ്പം മനസ്സ് സൂക്ഷ്മമല്ലേ? ആകാശത്തേക്കാൾ സൂക്ഷ്മമാണല്ലോ മനസ്സ്. ആകാശത്തിന് ഒരളവ് വരെ നിങ്ങൾക്ക് കാണാം, ഗണിക്കാം, ഊഹിക്കാം. രണ്ട് വസ്തുക്കളുടെ മധ്യത്തിലും പുറത്തുമുള്ളതാണ് ആകാശം. ആകാശത്തിൻ്റെ ഉള്ളിലാണ് നിങ്ങൾക്കും എനിക്കും മധ്യത്തിൽ ആകാശമുണ്ട്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ കണ്ണുകൊണ്ട് കാണുക വരെ ചെയ്യാം. എന്നാൽ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മനസ്സിനെ പറ്റി എന്തെങ്കിലും ഒന്ന് എത്തി നോക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? പറ്റില്ല. എന്നാൽ മനസ്സില്ലേ? ഉണ്ട്. ഉള്ളത് കൊണ്ടാണല്ലോ ചിന്തിക്കുന്നത്. ചിന്തയെ നിങ്ങൾ അറിയുന്നില്ലേ? ഉവ്. ഒന്നുകൂടി വിശദമായി മനസ്സിലാക്കൂ. അപ്പം ചിജ്ഞാനമായല്ലോ. ചിത്തജ്ഞാനം മാത്രമല്ല, ആ സൂക്ഷ്മ വസ്തുവിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ബുദ്ധിക്കും മനസ്സിനും സൂക്ഷ്മത കൂടും. മനസ്സിൻ്റെ മുൻപിൽ കൂടുതൽ കൂടുതൽ വികസ്വരമായിരിക്കുന്ന മാനങ്ങളും പരിമാണങ്ങളും, ഡയമെൻഷൻസ് വിച്ച് ആർ നോട്ട് യൂഷ്വൽ, ഡയമെൻഷൻസ് വിച്ച് ആർ ഗ്രേറ്റർ, ലോഫ്റ്റിയർ ആൻഡ് മോർ എക്സ്പാൻസീവ്. അങ്ങനെയുള്ള ഡയമെൻഷൻസ് അങ്ങനെ അൺവെയിൽ ചെയ്തു തുടങ്ങും, ചുരുളഴിഞ്ഞു തുടങ്ങും നിങ്ങളുടെ മനസ്സിൻ്റെ മുൻപിൽ. അത് മനസ്സിന് വലിയ ഒരു അലങ്കാരമാണ്, നേട്ടമാണ്, വളർച്ചയാണ്, വികാസമാണ്. അതുകൊണ്ട് പഠിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയും, 1 മണിക്കൂർ കൊണ്ട് പഠിച്ച് മനസ്സിലാക്കേണ്ട വിഷയം 30 മിനിറ്റിലില്ലെങ്കിൽ 40 മിനിറ്റ് കൊണ്ടെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, ഗുണമുണ്ടെന്ന്. അത് പറയാനാ ഞാൻ വന്നത് എന്ന് പറഞ്ഞു ആ കുട്ടി. അപ്പം നല്ല പോലെ നമ്മൾ മനസ്സിലാക്കണം, കഴിവ് കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ പറയണു, ആത്മൈവേദം ജഗത് സർവം ജ്ഞാതം യേന മഹാത്മന. ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ആത്മാവിൻ്റെ വിസ്തൃതിയും വികാസവും പരിലസനവുമാണ്. പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മുടെ ശരീരം പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണെന്ന് തോന്നിയാലും ഈ ശരീരം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നതായ ഉള്ളുണർവുണ്ടല്ലോ, ആ ഉള്ളുണർവിൻ്റെ വിശദഭാഗമാണ് ഈ പ്രപഞ്ചം. ശരീരം പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം തുടക്കത്തിൽ. ആ തോന്നലിനെ കവച്ചു വെച്ചുകൊണ്ട് നമുക്കുണ്ടാവാൻ പോകുന്ന ഉള്ളുണർവും പ്രത്യക്ഷം എന്നെ നേരിട്ടുള്ള ആ സാക്ഷാത്കാരം എന്താ? എൻ്റെ ഉള്ളിലുള്ള ആ ഞാൻ എന്ന സത്താവിശേഷത്തിൻ്റെ വികസനം, പരിലസനം, വിസ്താരം, വ്യാപ്തിയാണ് ഈ പ്രപഞ്ചം. ആത്മൈവേദം ജഗത് സർവം ജ്ഞാതം യേന മഹാത്മന. ഏത് മഹാത്മാവിനാൽ ഈ വസ്തുത അറിയപ്പെടുന്നുവോ ആ ആള് യദൃച്ഛയാ വർത്തമാനം. ആ ആള് ജീവിക്കുന്നത് യാദൃച്ഛികമായിട്ടാണ്. അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊരു പ്ലാൻ വേണ്ട, ഒരു സ്കീം വേണം എന്നില്ല. അദ്ദേഹത്തിന് എല്ലാ പ്ലാനും സ്കീമും മനസ്സിൽ നിന്ന് ഉദിക്കുന്നതല്ലേ. റോഡ് മാപ്പൊക്കെ എവിടുന്നാണ് ഉണ്ടാവുന്നത്? മുകളിൽ നിന്ന് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുക നമ്മൾ മരത്തുനിന്ന്. എല്ലാം ഉള്ളിൽ നിന്നാണ്. ഒരു ആർക്കിടെക്റ്റ് വിഭാവനം ചെയ്യുന്നത് എങ്ങനെയാണ്? മിണ്ടാതെ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചിട്ടാണ് വരച്ചു കുറിച്ചുണ്ടാക്കുന്നത്. സർവ്വസാധനവും ഉത്പത്തിയാവുന്നത് നമ്മുടെ ഉള്ളിലാണ്. നമ്മുടെ ഉള്ളിലുള്ള ഉത്പത്തിയല്ലാതെ പുറത്ത് ഈ ലോകത്തിൻ്റെ ഉത്പത്തി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കാണാൻ സാധിക്കുമോ? സാധിക്കില്ല. നമ്മളാരും ഉണ്ടായിരുന്നില്ല ഉത്പത്തി സമയത്ത്. ഇതിൻ്റെ സംഹാര സമയത്ത് നമ്മളാരും ഉണ്ടാവില്ല. ഇത് രണ്ടിനെക്കുറിച്ച് ഊഹാപോഹം വഴിക്കേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്ത് വസ്തുതകളുടെ മുകളിലാണ് ഊഹിക്കുക എന്നുള്ളത് മാത്രമേ ചോദ്യമുള്ളൂ. അവിടെയാണ് നിങ്ങളുടെ സാമർഥ്യം കിടക്കുന്നത്. ഈ ലോകത്തിൻ്റെ സൃഷ്ടിവിശേഷമുണ്ടല്ലോ, ഇത് മനസ്സിലാക്കാനായി
പ്രത്യക്ഷമായ ഏത് വസ്തുതയാണ് നമ്മൾ പിടിച്ച് ഗ്രഹിച്ച് അത് മാതൃകയാക്കുക? ആ ഒരു ചോദ്യമാണ്. ജ്ഞാതം യേന മഹാത്മന യദൃച്ഛയാ വർത്തമാനം. ആ ആള് എല്ലാം അതാണ് പറയണത്. ഈശ്വരൻ്റെ ഹിതം നടക്കട്ടെ. ദൈ വിൽ ബി ഡൺ, ദൈ വിൽ ബി ഡൺ. എനിക്കെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. ഞാനടക്കം ലോകത്തിലെല്ലാം തന്നെ വിശേഷപ്പെട്ട ഒരു ഇച്ഛാവിശേഷമുണ്ടല്ലോ, അതിന് വിധേയമായി പ്രവർത്തിക്കുന്നതാണ്. എനിക്ക് പ്രത്യേകമായി ഒരുക്കുകൂട്ടണ്ട, ആലോചിക്കേണ്ട കാര്യങ്ങൾ അതിൻ്റെ പാട്ടിൽ ഒന്നിനു പുറകെ നടന്നോളും. ഭൂമിയാണ് ചുറ്റിത്തിരിയുന്നത്, അതിൻ്റെ പേരിലാണ് ഉദയാസ്തമനങ്ങൾ ഉണ്ടാവുന്നത്. 24 മണിക്കൂർ ഒന്നൊന്നായി പോകുന്നത് വരുന്നത്, ആഴ്ചകൾ, മാസങ്ങൾ, പക്ഷങ്ങൾ, കൊല്ലങ്ങൾ, 60 വർഷങ്ങൾ, ഇങ്ങനെ ഓരോന്നും ഈ ഭൂമിയുടെ തിരിച്ചൽ കൊണ്ടാണ്. അതുപോലെ ആസ് ആർ ദ ബയോഫിസിക്കൽ ലോസ്, ബയോഫിസിക്കൽ, ബയോകെമിക്കൽ, ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ ലോസ്, so also are equally the psycho-intellectual laws in process. അതതിൻ്റെ പാട്ടിൽ നടന്നോളും. യദൃച്ഛയാ വർത്തമാനം തം നിഷേധും ക്ഷമേതകഃ. ആ ആളെ പിടിച്ചു നിർത്താൻ ഇവിടെ ആരുണ്ടെന്നാണ് ചോദിക്കുന്നത്. ആ ആളെ പിടിച്ചു നിർത്താൻ ഇവിടെ ആരുണ്ടെന്ന്. കൈകേയി വിളിച്ചു. അച്ഛൻ വിളിക്കുമെന്ന് കണക്കാക്കിയിരിക്കുകയായിരുന്നു ആര്? ശ്രീരാമചന്ദ്രൻ. സീതയടക്കം അഭിഷേകം നടത്താൻ പോവാണ്. സമുദ്രങ്ങളിൽ നിന്നും പുഴകളിൽ നിന്നും ജലങ്ങളെല്ലാം കൊണ്ടുവന്ന് അതിപവിത്രമായി മന്ത്രതന്ത്രങ്ങളോടുകൂടി സർവ്വ ശുശ്രൂഷയും കഴിച്ചിരുന്നു. പിറ്റേ ദിവസം സൂര്യൻ ഉദിച്ചു. ശ്രീരാമൻ നേരത്തെ എണീറ്റ് സീതയടക്കം കുളിച്ച് ശരിയായി. അച്ഛൻ വിളിക്കും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ്റെ വിളി കാണാനില്ല. മണി 9 സൂര്യൻ ഉദിച്ചു പൊങ്ങി. എന്താണാവോ എന്ന് സംശയിച്ചു. ഓടിച്ചാടി പോവൊന്നുമില്ല. അന്നത്തെ കാലത്ത് മക്കൾ രാജകുമാരന്മാർ. അപ്പം കൈകേയിയാണ് വിളിച്ചത്. പോയപ്പോൾ അച്ഛൻ അവിടെ പെരണ്ട് കിടക്കണു. ഇതെന്താണപ്പ? കണ്ടുടനെ കെട്ടിപ്പിടിച്ചു ഉമ്മ വയ്ക്കുന്ന അച്ഛൻ ഇന്ന് കിടന്ന് ഉരുളണു. ഇതെന്താണാവോ എന്നിങ്ങനെ ആലോചിച്ച് പരിഭ്രമിച്ചിരുന്നു. അപ്പോഴാണ് കൈകേയി പറഞ്ഞ്, മിണ്ടരുത്, ദണ്ഡകാരണ്യത്തിലേക്ക് 14 കൊല്ലം പോണം. എൻ്റെ ഭരതനാണ് അഭിഷിക്തനാകാൻ പോകുന്നത്. ശ്രീരാമൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഇത്രയേ വേണ്ടൂ ചെറിയമ്മേന. എനിക്ക് തോന്നുന്നു കൈകേയി എല്ലായിടത്തും ജയിച്ചെങ്കിലും രാമനോട് തോറ്റു. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് ഈ രാമൻ അയോധ്യ വിട്ടു പോയിരുന്നിരിക്കും എന്നാണ് പറഞ്ഞത്. അതുപോലെ നടന്നു. എൻ്റെ അമ്മയെയും മറ്റുള്ള പ്രായം കൂടിയവരെയും പറഞ്ഞ് സമാധാനിപ്പിച്ച് പോകാനുള്ളൊരു സമയം മാത്രമേ എനിക്ക് വേണ്ടൂ. ഞാൻ പുറപ്പെട്ടു പോയി എന്ന് കണക്കാക്കിക്കൊള്ളൂ എന്ന്. എങ്ങനെയാണ് ശ്രീരാമനത് പറയാൻ സാധിച്ചത്? ഈ നിറഞ്ഞ സദസ്സിൽ നിങ്ങൾ ഇത്ര പേരുണ്ടല്ലോ, നിങ്ങൾക്ക് എന്തായിരിക്കും മറുപടി? രാമന് ഒരു ശരീരം, 2 കയ്യ്, ഒരു ബുദ്ധി, ഒരു മനസ്സ്, 2 കണ്ണ്. നിങ്ങൾക്കും ഉണ്ട് അതെല്ലാം. ഈ ഒരു മനസ്സും ഒരു ബുദ്ധിയും ഉപയോഗിച്ച് കൈകേയി പറഞ്ഞ ഉടനെ ഞാൻ പോകും എന്ന് പറഞ്ഞ ശ്രീരാമൻ എങ്ങനെ പറഞ്ഞു പോകും? അതുപോലെ ഇവിടെ പറയാൻ എത്ര ആളുണ്ട് നിങ്ങളോട് ചോദിച്ചാൽ? എങ്ങനെ രാമൻ പറഞ്ഞു? യദൃച്ഛയാ വർത്തമാനം തം നിഷേധും ക്ഷമേതകഃ. വസിഷ്ഠൻ വരെ പറഞ്ഞു. ഈ ദശരഥ ചക്രവർത്തി കൈകേയിയിൽ കുറെ മോഹിതനാണ്. അദ്ദേഹത്തിനെ പിടിച്ച് കാരാഗൃഹത്തിൽ വെച്ച് രാമ നീ സിംഹാസനത്തിൽ ഇരിക്കണം എന്ന് വസിഷ്ഠൻ വരെ പറഞ്ഞു. ലക്ഷ്മണൻ ബഹളം കൂട്ടി. ഒക്കെ ഹേർഡിൽ റേസ് പോലെയാണ്. ഓരോരുത്തരും പറയുമ്പോൾ രാമൻ്റെ ഇച്ഛാശക്തിക്ക് തൂക്കവും ആക്കവും കൂടി 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 വന്നു. അവരെല്ലാവരും കൂടി അങ്ങോട്ട് പോയി. ഇതാണ് ഉണ്ടായത്. അപ്പോൾ ഈ ആത്മജ്ഞാനം എന്ന് പറയുന്നത് വലിയൊരു അറിവും വലിയൊരു ബലവുമാണ്. ആത്മനാ വിന്ദതേ വീര്യം വിദ്യയാ വിന്ദതേ അമൃതം. ആത്മാവിൽ നിന്നാണ് നമുക്ക് ബലം കിട്ടുക. അറിവിൽ നിന്നാണ് അമൃതം നമ്മൾ അനുഭവിക്കുക. അറിവില്ലായ്മ കൊണ്ടാണ് നാം നമ്മളെ മർത്യൻ എന്ന് പറയുന്നത്. നാം മർത്യരല്ല, ശരീരം മർത്യമാണ്. എങ്ങനെ ശരീരം മർത്യമോ അതുപോലെ ശരീരത്തെ ഉജ്ജീവിപ്പിച്ച് നിർത്തുന്ന ഉൾസാന്നിധ്യം അമരമാണ്. 2 തരത്തിലുള്ള അഭിഷേകമാണ് പ്രസവിച്ച കുട്ടിക്ക്. ശരീരം എന്ന് പറയുന്ന മർത്യത്വവും ആ ശരീരത്തിനെ ഉജ്ജീവിപ്പിച്ച് നിർത്തുന്ന അമരത്വവും
ഒരുപോലെ അഭിഷേകം ചെയ്തുകൊണ്ടാണ് ഏത് മനുഷ്യ ശിശുവും പുറത്തു വരുന്നതപ്പാ. ഇതൊന്നും മനസ്സിലാക്കി നിങ്ങൾ. ഇത് ശരീരം മാത്രം കണ്ട് നമ്മൾ ജനിക്കുമ്പോൾ സ്റ്റിൽ ബോണാണോ? നമ്മുടെ ശരീരത്തിൽ ജീവനുണ്ടോ? അത് ഉജ്ജീവിപ്പിക്കപ്പെട്ടിട്ടാണോ പറന്ന് താഴത്ത് വീഴുന്നത്? അങ്ങനെയാണെങ്കിൽ ആ ഉജ്ജീവിപ്പിക്കുന്ന ഘടകം മർത്യമല്ല, അമരമാണ്, അമരമാണ്, അമരമാണ്. ആ അമരത്വത്തെ മനസ്സിലാക്കാതെ മർത്യത്വത്തെ മാത്രം കണ്ട് ഞാൻ മർത്യൻ, ഞാൻ മർത്യൻ എന്ന് പറയാൻ നാണമാവില്ലേ നമുക്ക്? നാണമാവില്ലേ നമുക്ക്? ബുദ്ധി എന്നൊന്നുണ്ടോ ഇല്ലേ? ബുദ്ധി എന്തിനാ? സാധാരണ ഇന്ദ്രിയങ്ങൾ കാണിച്ചു തരുന്നതിലേറെ ചിന്തിച്ച് മനസ്സിലാക്കാനാണ്. ഇന്ദ്രിയങ്ങൾക്ക് കാണാത്തതിനെ കാട്ടിത്തരുന്നതിനാണപ്പാ ബുദ്ധി. ബുദ്ധി ബുദ്ധി ബുദ്ധിയുടെ സ്വഭാവം ബോധമാണ്, ബോധാത്മകമാണത്. ആ ബുദ്ധിയുടെ അടുത്ത് കൊടുക്കൂ, എന്നിട്ട് ചോദിക്കൂ, ശരീരത്തിനെ ഉജ്ജീവിപ്പിച്ച് നിർത്തുന്ന ഘടകം ശരീരത്തെ പോലെ മൃതമാകാൻ പോകുന്നതാണോ മർത്യമാണോ എന്ന് ചോദിക്കൂ. എന്നിട്ട് മറുപടി അതിൻ്റെ അടുത്തുനിന്ന് മേടിക്കൂ. യദൃച്ഛയാ വർത്തമാനം തം നിഷേദ്ധും ക്ഷമേതകഃ. ആ മനുഷ്യനെ പറ്റി യോഗവാസിഷ്ടം വിവരിക്കുന്ന ഭാഗങ്ങളിൽ എത്ര ഭംഗിയായി പലതരത്തിലുള്ള വൃത്തങ്ങളിലാണ് ഈ ആത്മജ്ഞാനം പ്രതിപാദിക്കുന്നത് യോഗവാസിഷ്ടം. കേട്ടോളൂ. വികൗതുക വിഗത വികൽപ്പ വിപ്ലവ. ഈ വൃത്തം നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമുണ്ടോ? എന്താ മിണ്ടാതെ? വികൗതുക വിഗത വികൽപ്പ വിപ്ലവ യഥാസ്ഥിത ഹരിഹര പത്മജാദയഃ നരോത്തമാഃ സമധിഗത ആത്മദീപകാഃ തഥാസ്ഥിത ജഗതി വിശുദ്ധ ബുദ്ധയഃ. എത്ര നന്നായിട്ടാണ് പറഞ്ഞിരിക്കണേ. ഈ ശ്ലോകം ഒരു 10 തവണ, ഒരു 100 തവണ ചൊല്ലിയാൽ നിങ്ങൾക്ക് ജ്ഞാനം ബിന്ദു ബിന്ദുവായിട്ട് വരുമല്ലോ. വികൗതുക വിഗത വികൽപ്പ വിപ്ലവ യഥാസ്ഥിത ഹരിഹര പത്മജാദയഃ നരോത്തമാഃ സമധിഗതാത്മദീപകാഃ തഥാസ്ഥിത ജഗതി വിശുദ്ധ ബുദ്ധയഃ. വികൗതുകാഃ വിഗത വികൽപ്പ വിപ്ലവാഃ. വിഗത വികൽപ്പ വിപ്ലവാഃ. വിഗതം എന്ന് വെച്ചാലോ പൊയ്പോയത്. വികല്പം എന്ന് വെച്ചാൽ പല വിധത്തിലുള്ള സംശയം. സംശയം എന്ന് പറഞ്ഞാൽ പലതും ആവാം. അതെ, എനിക്കിപ്പോൾ ഉള്ളത് മതിയോ? സമ്പാദിച്ചത് മതിയോ? റിട്ടയർ ചെയ്യാറായോ? റിട്ടയർ ചെയ്തിട്ട് വേറെ ഉദ്യോഗം വല്ലതും വേണോ? കല്യാണം പിന്നെ 2ാമത് കഴിക്കാൻ പറ്റില്ല, സമ്മതിക്കില്ലല്ലോ. ഇതൊക്കെ സംശയത്തിൽപ്പെട്ടതാ. എനിക്ക് വാസ്തവത്തിൽ ജ്ഞാനം കിട്ടിയോ? ഇത് തന്നെയാണോ ജ്ഞാനം? വല്ലവരോടും ചോദിക്കണോ? നമ്മുടെ വിവേകാനന്ദൻ പോലും രാമകൃഷ്ണരോട് അങ്ങേയറ്റത്തെ ഭക്തിയും ശ്രദ്ധയും ഒക്കെ ആണല്ലോ വിവേകാനന്ദന്. എന്നിട്ടും രാമകൃഷ്ണൻ്റെ കാലശേഷം, അദ്ദേഹത്തിൻ്റെ കാലശേഷം വിവേകാനന്ദൻ സഞ്ചരിക്കാൻ പോയപ്പോൾ ഒരു ആഹാരി ബാബയെ കണ്ടു. കാറ്റ് മാത്രം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബാബ. അദ്ദേഹത്തിനെ കണ്ടപ്പോൾ മനസ്സൊന്ന് വ്യതിചലിച്ചു. തൻ്റെ ഗുരുവിന് മഹിമ പോരാ, പാവഹാരി അഭേദം എന്ന് തോന്നി. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇല്ല. വിവേകാനന്ദൻ്റെ മനസ്സിൽ പോലും തോന്നിയതാ പറയണേ. നോക്കൂ, ഒരു ഗുരുവിനെ കണ്ടു, നമുക്ക് ഗ്രഹിക്കാനുള്ളത് ഗ്രഹിച്ചു, നമുക്ക് സാധന മനസ്സിലായി. സാധന ചെയ്ത് സിദ്ധനാവണോ അതോ ഇനിയൊരു ഗുരുവിനെ കാണുമ്പോൾ ഗുരുക്കന്മാരെ തുലനം ചെയ്യാൻ നിൽക്കണോ? എവിടെ പോയി കാര്യം? ആ കാറ്റ് മാത്രം കഴിച്ചുകൊണ്ടൊരു സന്യാസിയോ? അങ്ങോരുടെ കൂടെ കൂടേണ്ടി വരുമോ? എനിക്കും കാറ്റ് കഴിക്കണോ എന്നൊക്കെയായി മനസ്സിലുള്ള സംശയം. വികൽപ്പ വിപ്ലവാഹ. അപ്പോൾ പാവഹാരി ബാബയെ കണ്ടത് ഒരു വിപ്ലവം സൃഷ്ടിച്ചു വിവേകാനന്ദൻ്റെ മനസ്സിൽ. അങ്ങനെയുള്ള വിപ്ലവങ്ങളൊന്നുമില്ല. വികൗതുകാഹ. ഈ ലോകത്തിൽ എന്തു വേണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ. 100 സൂര്യൻ ഒരുമിച്ച് ഉദിച്ചോട്ടെ, രാത്രിയും പകലും കൂടി ഉണ്ടായിക്കോട്ടെ, പർവ്വതം പൊടിഞ്ഞ് സമുദ്രമാകട്ടെ,
സമുദ്രം വരണ്ട് പർവ്വതമാകട്ടെ, എന്തു തന്നെ വന്നാലും വികൗതുക വിഗത വികൽപ്പ വിപ്ലവാ, ഇതൊക്കെ കാണുന്നത് നമ്മുടെ മനസ്സാണ്, കാട്ടിത്തരുന്നത് പരമാത്മാവാണ്. ആ ആത്മാവിൻ്റെ വൈഭവമാണ് കുറേശ്ശെയായിട്ട് വസ്തുജാലങ്ങളിൽ നാം കാണുന്നത്. ഈ പ്രപഞ്ചം മുഴുവനും ഉണ്ടായത് ഇനിയൊരു പ്രപഞ്ചത്തിൽ നിന്നല്ല. അപ്പോൾ ചോദ്യം, ആ പ്രപഞ്ചം എവിടുന്നുണ്ടായി എന്നാണ്. ദ ഹോൾ മെറ്റീരിയാലിറ്റി ഹാസ് സ്പ്രങ് നോട്ട് ഫ്രം അനദർ മെറ്റീരിയൽ സോഴ്സ്, മൈ ഡിയർ പീപ്പിൾ. ഇറ്റ് ഈസ് നോട്ട്. മാറ്റർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറ്റർ അല്ലാത്ത ഒന്നിൽ നിന്നേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അതും മാറ്റർ ആവുമല്ലോ. നിങ്ങൾക്ക് ഈ പറയണത് മനസ്സിലാവുന്നില്ലേ? ഈ ദ്രവ്യപ്രപഞ്ചം ഇനിയൊരു ദ്രവ്യപ്രപഞ്ചത്തിൽ നിന്നുണ്ടായാൽ ദ്രവ്യം എവിടെ നിന്നുണ്ടായി എന്നുള്ള ചോദ്യത്തിന് അർത്ഥമായില്ലല്ലോ. ആ ദ്രവ്യം എവിടെ നിന്നുണ്ടായി? അപ്പം ശരിയായി ദ്രവ്യം ഉടലെടുത്തിട്ടുണ്ടെങ്കിൽ അത് ദ്രവ്യാതീതമായ ഒരു ഘടകത്തിൽ നിന്നേ ഉടലെടുക്കൂ. അങ്ങനെ വരുമ്പോൾ ഈ മെറ്റീരിയൽ വേൾഡ് മുഴുവനും ഉണ്ടായിട്ടുള്ളത് സൂപ്രാ മെറ്റീരിയലായ ഒരു സോഴ്സിൽ, ഒരു സ്രോതസ്സിൽ നിന്നാണ്. അങ്ങനെ സൂപ്രാ മെറ്റീരിയൽ സോഴ്സ് എന്താ ഉള്ളത്? നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മനസ്സും ബുദ്ധിയും ആത്മാവുമല്ലാതെ. ഉണർവ് മാത്രമേ ഇവിടെ മാറ്റർ എനർജിയിൽ നിന്ന് വ്യത്യാസപ്പെട്ടതുള്ളൂ. അതിൽ നിന്ന് ഉണ്ടായതാണ് ഈ പ്രപഞ്ചമെല്ലാം. ഇതിലുള്ള സൂര്യൻ, ഇതിലുള്ള ചന്ദ്രൻ, ഇതിലുള്ള നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, ഗോളങ്ങൾ, ഇവിടെ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും ഈ ഉള്ളിലുള്ള പരമാത്മാവിൻ്റെ വിലസനമാണ്. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ മുഴുവൻ ഉടമസ്ഥനും മുതലാളിയുമായില്ലേ? എന്നെ ആകർഷിക്കാൻ ഇവിടെ ഒരു തുരുമ്പ് പോലുമുണ്ടോ? മേരുപർവ്വതം മുഴുവനും സ്വർണമായി തീർന്ന് എടുത്തോളൂ ഇതാ സ്വാമിജി എന്ന് പറഞ്ഞാൽ അതിലെന്തിനാ ആകർഷണം തോന്നണു? എനിക്ക് മനസ്സിലാവണില്ല. എല്ലാറ്റിനും മീതെയാണല്ലോ ഈ ആത്മാ, ഈ ഉള്ളുണർവ്. അതുകൊണ്ട് വികൗതുക വിഗത വികൽപ്പ വിപ്ലവ, ഒരു തരത്തിലും കൗതുകം തോന്നത്തക്കതായി ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. യഥാസ്ഥിത ഹരിഹര പത്മജാതയ. ഉദാഹരണത്തിന് മനുഷ്യരെയൊക്കെ വിട്ടു, എന്നിട്ട് വസിഷ്ഠൻ ഹരിഹര പത്മജാതയ, ഹരി പരമകല്യാണനിധിയായ ശ്രീഹരി, ഹരൻ പരമശിവൻ സംഹാരമൂർത്തി, പത്മജൻ ബ്രഹ്മാവ്. ബ്രഹ്മാവ് ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ വിചാരിക്കരുത് അദ്ദേഹത്തിന് മുടക്കണ്ടെന്ന്. ഇന്നലെ റിപ്പബ്ലിക് ഹോളിഡേ ബ്രഹ്മാവിനുണ്ടോ? എന്താ ഒരു മിണ്ടാത്തെ? ഇന്നലെ ജനിച്ച കുട്ടികളില്ലേ? അദ്ദേഹം പാവം സൃഷ്ടിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കണേ. എനിക്ക് ക്ഷീണിച്ചു, വയ്യ, ഹോളിഡേ എന്ന് പറയാൻ പറ്റില്ല, മുഷിപ്പൊന്നുമില്ല, എപ്പോഴും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. മഹാവിഷ്ണുവോ അദ്ദേഹം സൃഷ്ടിച്ചിട്ടതിനെ മുഴുവൻ പരിപാലിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ചിലപ്പോൾ വീട്ടിലുള്ള വെപ്പും കുടിയൊക്കെ നിർത്തി ഹോട്ടലിൽ പോയി എല്ലാവർക്കും കൂടി കഴിക്കുക എന്ന് പറഞ്ഞ് പോവും. മഹാവിഷ്ണുവിന് ഈ ലോകത്തിനെ വിട്ട് വേറൊരു സ്ഥലത്ത് ചെന്നിരിക്കാനൊന്നും പറ്റില്ല. എപ്പോഴും എല്ലായിടത്തും ഉണ്ടാവണം, എല്ലാറ്റിനെയും പരിപാലിക്കണമല്ലോ. അതുമാതിരി സംഹാരം കൊണ്ട് നടക്കണം. അങ്ങനെ തുടർച്ചയായി അവരവരുടെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നരോത്തമനോ യഥാസ്ഥിത ഹരിഹര പത്മജാതയ, അവരുടെ വൃത്തിയിൽ നിന്ന് സ്വല്പമെങ്കിലും വൈമുഖ്യം തോന്നാതെ അവരങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടും പരിപാലിച്ചുകൊണ്ടും സംഹരിച്ചുകൊണ്ടും ഇരിക്കണു. അവർക്കൊരു ഭ്രംശം വരുത്താനോ മോഹിക്കാനോ ഒന്ന് മാറാനോ ഞാൻ സൃഷ്ടിച്ച് മതിയായി, വേറെ ഒന്ന് കിടന്ന് പിടിക്കുക, മഹാവിഷ്ണുവിൻ്റെ ഒരു എഴുത്തയക്കുക, നമുക്കൊന്ന് പ്രൊഫഷനൊന്ന് മാറ്റുക, അങ്ങനെയുള്ള ആലോചനയൊന്നും അവർക്കില്ല. യഥാസ്ഥിത ഹരിഹര പത്മജാതയ നരോത്തമാ സമധിഗതാത്മദീപകാ. അതുപോലെയാണ് ഈ മനുഷ്യരുടെ ഇടയിലുള്ള ഉത്തമ മനുഷ്യരെ എങ്ങനത്തെവരാ? സമധിഗതാത്മദീപകാ. നമ്മുടെ ഉള്ളിൽ സദാ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ആത്മദീപമുണ്ട്. അതിന് നിങ്ങളാരും എണ്ണ ഒഴിക്കണില്ല, ചുടര് തട്ടണില്ല, തിരിയും മാറണില്ല. അതിങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുക, എണ്ണയും തിരിയൊന്നും ഇല്ലാതെ. ഉണർവാണ് അതിൻ്റെ സ്വരൂപം, സ്വഭാവം. അതിനെയാണ് ഉപനിഷത്ത് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കണേ?
അദൃഷ്ടമവ്യവഹാര്യമഗ്രാഹ്യമലക്ഷണമചിന്യം അവ്യപദേശ്യം ഏകാത്മപ്രത്യസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവമദ്വൈതം ചതുർത്ഥം മന്യന്തേ സാത്മാ സവിജ്ഞേയഃ. നാന്തഃ പ്രജ്ഞം ന ബഹിഃ പ്രജ്ഞം നോഭയത പ്രജ്ഞം ന പ്രജ്ഞാനഘനം ന പ്രജ്ഞം നാപ്രജ്ഞം. എന്താ ഈ പറയണത്? ആത്മാവിൻ്റെ വിവരണമാണത്. ശാന്തം ശിവമദ്വൈതം, അതാണ് ശാന്തം, അതാണ് മംഗളരൂപം, അതാണ് അദ്വൈതം. അതിനെയാണ് ആത്മാ എന്ന് പറയുന്നത്. സവിജ്ഞേയ, അതിനെയാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ നരോത്തമ സമധിഗത ആത്മദീപക, ആ ആത്മജ്യോതി ആത്മപ്രകാശത്തെ അവർ മനസ്സിലാക്കി. ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു, പറഞ്ഞതിനെ ഇപ്പം അവർ ഉണർന്നു, മനസ്സിലാക്കി. തഥാസ്ഥിത ജഗതി വിശുദ്ധ ബുദ്ധയ, അവരാണ് ഈ ലോകത്തിൽ ജഗതി സ്ഥിതാഹ, ഈ ലോകത്തിൽ സ്ഥിതി ചെയ്യുന്നു. അവർ എങ്ങനെ? വിശുദ്ധ ബുദ്ധയ, അവരുടെ ബുദ്ധി വിശുദ്ധമാണ്. ആ ബുദ്ധിയിൽ എന്തു തോന്നുന്നുവോ അതവർ പ്രവർത്തിക്കും, അനുസരിക്കും. ആ ബുദ്ധിയിൽ തോന്നുന്നത് തെറ്റോ എന്നൊരു ചോദ്യം അവിടെ ഇല്ല. ശ്രീരാമൻ കാട്ടിലേക്ക് പോകണം, ഇത്രയല്ലേ ഉള്ളൂ, എന്ന് പറഞ്ഞ് പുറപ്പെട്ടു. ഫലം എന്തായി? രാമനും സീതയും ലക്ഷ്മണനും കൂടി തേരിൽ കയറി. സുമന്ത്രനാണ് തെളിക്കുന്നത്. സുമന്ത്രനും കുതിരകളുടെ കടിഞ്ഞാണ് പിടിച്ച് മുൻപിലുണ്ട്. ദശരഥൻ ഉരുണ്ട് അവിടെ വന്നു. എന്നിട്ട് സുമന്ത്രനോട് പറഞ്ഞു, സുമന്ത്ര നിർത്തൂ. അയ്യോ പാവം, എന്തു ചെയ്യും? സുമന്ത്രൻ്റെ ദശരഥൻ്റെ മന്ത്രിയാണല്ലോ സുമന്ത്രൻ. ഇവിടെ മകനാണ് തേരിലിരിക്കുന്നത്. അപ്പം എന്താ വേണ്ടതെന്ന് മനസ്സിലായില്ല. രാമനെ തെളിച്ചു കൊണ്ടുപോകാനാണ് കയറിയിരിക്കുന്നത്. അച്ഛനാവട്ടെ നിർത്തൂ എന്ന് പറയണു. അപ്പോൾ എന്താ വേണ്ടതെന്ന് ആലോചിച്ച് വിഷമായപ്പോൾ രാമൻ പറയുക, നിർത്തരുത്, ഓടിച്ചു കൊണ്ടുപോകൂ. എങ്ങാനും അച്ഛൻ ചോദിച്ചാൽ കേട്ടില്ല എന്ന് പറഞ്ഞേക്കൂ. കാരണം ദുഃഖാവസരങ്ങളെ നീട്ടിക്കൊണ്ടുപോകരുത്. ഇവിടെ നിന്നാൽ ദുഃഖം കൂടുകയുള്ളൂ, പോയിക്കളയാമെന്ന്. ഉടനെ സുമന്ത്രൻ തേര് തെളിച്ച് അങ്ങോട്ട് പോയതോടുകൂടി രാമാ രാമാ പ്രാണൻ പോയി ദശരഥൻ്റെ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? എന്താ മിണ്ടാതെ? അപ്പം രാമൻ്റെ വനവാസം ഉടനടി ഉണ്ടാക്കിയത് എന്താ? പിതൃമരണം. അങ്ങനെ പിതൃമരണം സംഭാവ്യമായിരുന്നെങ്കിലും, സംഭവിച്ചു എന്നുണ്ടെങ്കിലും രാമന് അതിന് നിൽക്കാൻ പറ്റിയില്ല. രാമൻ്റെ ബുദ്ധിയിൽ തോന്നിയത്, സുമന്ത്ര ഓടിച്ചു കൊണ്ടുപോകൂ, അച്ഛനെങ്ങാനും ചോദിച്ചാൽ കേട്ടില്ല എന്ന് പറയൂ. അതിനുള്ള കാരണം ഇതാ പറഞ്ഞു തരാം, ദുഃഖാവസരങ്ങളെ നീട്ടിക്കൊണ്ടുപോകരുത്. നമ്മുടെ ശാസ്ത്രത്തിൽ എന്ത് നിർദ്ദേശം നമുക്ക് തരുന്നുണ്ടെങ്കിലും ആ നിർദ്ദേശത്തിന് യുക്തിസഹമായി സപ്പോർട്ട് ചെയ്ത് താങ്ങിക്കൊണ്ടേ പറയുള്ളൂ. കാര്യകാരണങ്ങൾ യോജിപ്പിച്ച് കാര്യമകാര്യം ഉദ്ബോധിപ്പിച്ചുകൊണ്ടുള്ള ശാസ്ത്ര പ്രസ്താവനയെ നമ്മുടെ ഇടയിലുള്ളൂ. അതുപോലെ തഥാസ്ഥിത ജഗതി വിശുദ്ധ ബുദ്ധയ, ഇവിടെ ആശയും താല്പര്യവും ഉള്ളവനല്ലേ അതിക്രമം ചെയ്യുള്ളൂ. ആശയില്ലെങ്കിൽ നിങ്ങൾ എന്ത് തെറ്റ് ചെയ്യും? നിങ്ങൾ എന്താണ് അതിക്രമിക്കുക? നിങ്ങളുടെ മനസ്സിൽ ഒന്നിനോടും പ്രതിപത്തിയില്ല, ആശയില്ല, ആവശ്യവുമില്ല എന്ന് പറഞ്ഞാൽ ആ ആളിൽ നിന്ന് എന്ത് അതിക്രമമോ എന്ത് തെറ്റോ ആണ് സംഭവിക്കുക. പിന്നെ അതിക്രമത്തിനെ പറ്റിയോ തെറ്റെപ്പറ്റിയോ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. വികൗതുക വിഗത വികൽപ്പ വിപ്ലവ യഥാസ്ഥിത ഹരിഹര പത്മജാദയ നരോത്തമ സമധിഗതാത്മദീപക തഥാസ്ഥിത ജഗതി വിശുദ്ധ ബുദ്ധയ. ഇതാണ് ജനക മഹാരാജാവ് പറയുന്നത്. അദ്ദേഹം തുടർന്നു, ആ ബ്രഹ്മസ്തംഭപര്യന്തേ ഭൂതഗ്രാമേ ചതുർവിധേ വിജ്ഞസ്യൈവ ഹി സാമർഥ്യം ഇച്ഛാനിച്ഛാവിവർജനേ. ഇന്നവരെ എണീക്കാൻ വിട്ടുപോയി, അതോ ഞാൻ കണ്ടില്ല എന്നുണ്ടോ?
എല്ലാവരും ഏറ്റു ചൊല്ലു. ആ ബ്രഹ്മസ്തംഭപര്യന്തേ ആ ബ്രഹ്മസ്തംഭ പര്യന്തേ ഭൂതഗ്രാമേ ചതുർവിധേ ഭൂതഗ്രാമേ ചതുർവിധേ വിജ്ഞസ്യൈവ ഹി സാമർഥ്യം വിജ്ഞസ്യൈവ ഹി സാമർഥ്യം ഇച്ഛാനിച്ഛാ വിവർജനേ ഇച്ഛാനിച്ഛാ വിവർജനേ ഇച്ഛാനിച്ഛാ വിവർജനേ. ഇച്ഛാനിച്ഛാ വിവർജനേ. ഒരു ചെറിയ സത്യ അവിടെ പറയണത്, പക്ഷേ അത് പരമസത്യമാണ്. ഇതിനും ആ ബ്രഹ്മ സ്തംഭപര്യന്തേ ഭൂതഗ്രാമേ ചതുർവിധേ. ഈ ലോകത്തിൽ ഭൂമിയിലുള്ള സൃഷ്ടി എല്ലാം കൂടി പിടിച്ചാൽ 4 വിധത്തിലാണ് സൃഷ്ടി. എന്തൊക്കെയാണത്? അണ്ഡജം, സ്വേദജം, ഉദ്ബീജം, യോനിജം. അണ്ഡജം എന്ന് പറഞ്ഞാൽ ഗർഭപാത്രത്തിൽ നിന്ന് മുട്ട രൂപത്തിൽ പുറത്തേക്ക് വരിക. കുഞ്ഞല്ല വരുന്നത്, എല്ലാം കൂടിയിട്ടൊരു മുട്ടയാണ്. അതിൻ്റെ ഉള്ളിൽ ചിലതൊക്കെ ഉണ്ട്, ദ്രവ്യരൂപത്തിൽ ചിലതുണ്ടാവും, അതല്ലാത്തതും. ആ മുട്ട ചൂട് തട്ടി വികസിച്ച് പിന്നെയാണ് കുഞ്ഞ് പുറത്തേക്ക് വരുന്നത്. അങ്ങനെയുള്ള അണ്ഡജങ്ങൾ. സ്വേദജങ്ങൾ നമ്മുടെ വേർപ്പിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ആ സാധനങ്ങൾ, ഈരും പേനൊക്കെ ഉണ്ടല്ലോ, അതുപോലെയുള്ളത്. ഉദ്ബീജം, മണ്ണിൽ കുഴിച്ചിട്ടിട്ട് ആ മണ്ണിൻ്റെ മുഖം ഇങ്ങനെ പൊട്ടിപ്പിളർന്നുകൊണ്ട് വരുന്നത്. വിത്ത് മുളയ്ക്കുമ്പോൾ അങ്ങനെയാണല്ലോ, അതിനെ മൂടിയിരിക്കുന്ന മണ്ണിനെ അങ്ങനെ പിളർത്തുകൊണ്ടാണത് പുറത്തേക്ക് വരിക. പിന്നെ യോനിജം, യോനി മുഖത്തിലൂടെ പൂർണ്ണ വളർച്ചയെത്തിയിട്ടുള്ള ഒരു ശിശുവായിട്ട് അങ്ങനെ പുറത്തേക്ക് വരിക. അതിന് കണ്ണുമുണ്ട്, മൂക്കുമുണ്ട്, കാലുമുണ്ട്, എല്ലാം ഉണ്ട്, പല്ലുണ്ടാവില്ല. അങ്ങനെ ചില വ്യത്യാസങ്ങളേ ഉള്ളൂ. ഇങ്ങനെ 4 തരത്തിലുള്ള ബീജങ്ങൾ ജീവരാശികളാണ്. ആ ബ്രഹ്മസ്തംഭപര്യന്തേ, ബ്രഹ്മാവിൽ നിന്ന് ആരംഭിച്ച പുൽക്കൊടി വരെ ഭൂതഗ്രാമേ, ഭൂതങ്ങളിങ്ങനെ, ഭൂതസമൂഹങ്ങൾ ഇങ്ങനെയാണ് ആ 4 വിധത്തിലുള്ളതിൽ. അതിൻ്റെ ഇടയിൽ മനുഷ്യർക്ക് എല്ലാവർക്കും ഇല്ല. ആ മനുഷ്യരിൽ വിജ്ഞനും തജ്ഞനുമായിട്ടുള്ളവർ, വിശേഷജ്ഞാനമുള്ളവൻ, വിശേഷജ്ഞാനം ബാഹ്യജ്ഞാനം മാത്രമല്ല ആന്തരജ്ഞാനവും കൂടി ഉള്ളവൻ. ആ വിജ്ഞന് മാത്രമേ സാമർഥ്യമുള്ളൂ, കഴിവുള്ളൂ. എന്തിന്? ഇച്ഛാനിച്ഛാ വിവർജനേ. നമ്മുടെ മനസ്സിൽ പൊട്ടിമുളച്ചുകൊണ്ടിരിക്കുന്ന ഇഷ്ടം അനിഷ്ടം എന്ന് പറയുന്ന 2 കൂട്ടം കാര്യങ്ങളുണ്ടല്ലോ. കാലത്തെണീറ്റാൽ തുടങ്ങി ഇഷ്ടാനിഷ്ടം, കിടന്നുറങ്ങുന്നത് വരെ ഇഷ്ടാനിഷ്ടങ്ങളിലൂടെയാണ് നമ്മൾ നീങ്ങുന്നത്. കാലത്തെണീക്കുമ്പോൾ അതൊരു 35 എണ്ണം ഉണ്ടെങ്കിൽ കിടക്കുമ്പോഴേക്ക് അത് 35ൻ്റെ സ്ഥാനത്ത് 350 ആവുമോ അതോ 75 ആവുമോ എന്ന് എനിക്കറിയില്ല. ഇഷ്ടാനിഷ്ടങ്ങളെ പിന്തുടരുന്നതാണ് നമ്മുടെ ജീവിതം. എന്നാൽ മറിച്ചൊരു കാര്യമുണ്ട്. അതെന്താ? ഈ ഇഷ്ടം അനിഷ്ടം എന്നുള്ള ആ പിടിപാടുണ്ടല്ലോ, അത് തന്നെ അങ്ങോട്ട് വിടൂ. എന്നിട്ട് നിങ്ങൾ സ്വതന്ത്രരാവൂ. ആ സ്വതന്ത്ര മനസ്സിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നുവോ അത് ചെയ്യൂ. അതാണ് സഹജമായ പ്രവൃത്തി. ഇഷ്ടം കൊണ്ട് പ്രവർത്തിക്കരുത്, അനിഷ്ടം കൊണ്ടും പ്രവർത്തിക്കരുത്, ഭയം കൊണ്ടും പ്രവർത്തിക്കരുത്. ഈ 3 എണ്ണത്തിനെയും നീക്കി നിർത്തി ഇഷ്ടാനിഷ്ട ഭയങ്ങളില്ലാതെ നിങ്ങളുടെ മനസ്സിൽ എന്ത് തോന്നുന്നുവോ അതാ ചെയ്തോളൂ. എന്താ ചെയ്യണത്? ഒരു കാരണവുമില്ല ചെയ്യാൻ. എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നുന്നു, അതുകൊണ്ട് ഞാൻ ചെയ്യണു. 18 കൊല്ലം ഇവിടെ ഭഗവത്ഗീത എടുത്തു, അത് കഴിഞ്ഞു. അവസാനിപ്പിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, അവസാനിച്ചുവല്ലോ, ഇനി നമുക്ക് തൃശ്ശൂരിൽ സംസാരിക്കേണ്ട, കൊല്ലത്തിലൊരിക്കൽ ഉണ്ടല്ലോ, നിർത്തിക്കളയാമെന്ന്. അപ്പോൾ എല്ലാവരും കൂടി പറഞ്ഞു, നിർത്തരുത് സ്വാമിജി, തുടരണമെന്ന്. അന്നത്തെ കമ്മിറ്റിയും പറഞ്ഞു, ഞങ്ങൾക്ക് വയ്യ, ഞങ്ങൾ പോവാമെന്ന്. അപ്പോൾ പുതിയ ഒരു കൂട്ടരുണ്ടെങ്കിൽ നമുക്ക് നടത്താമെന്നായി. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ഞങ്ങളേതായാലും ഇവിടെ 8 കിലോമീറ്റർ ദൂരത്തെ വെങ്ങണിശ്ശേരിയിൽ ഞങ്ങളുടെ ആശ്രമത്തിൻ്റെ വഴിക്ക് ബസ് പോകുന്നുണ്ടപ്പോൾ. 2, 3, 4 ബസ്സുണ്ട്. ശക്തൻ തമ്പുരാൻ്റെ അവിടെ നിന്ന് കിട്ടും. ആശ്രമത്തിൻ്റെ മുൻപിലൂടെ പോവും, അവിടെ ഒരു സ്റ്റോപ്പും ഉണ്ട്. അവിടുന്ന് 8 കിലോമീറ്ററേ ഉള്ളൂ. ഏതായാലും ഇവിടെ താമസിക്കുന്നുണ്ട്. കെട്ടിപ്പോവൊന്നും വേണ്ട, പുറത്ത് പോയി താമസിക്കും വേണ്ട. വൈകുന്നേരം ഒരു 2 മണിക്കൂർ സമയം, 2.5 മണിക്കൂർ ചിലവാക്കി സംസാരിച്ചിട്ട് വരാം, അത് നിഷേധിക്കേണ്ട എന്ന് പറഞ്ഞ് അങ്ങോട്ട് സംസാരിക്കുക. ഇതിൻ്റെ പിന്നിൽ വേറെ ഒരു ഉദ്ദേശവും ഇല്ല, ഒരു പ്ലാനും ഇല്ല, ഒരു സ്കീമും ഇല്ല. ഇതുപോലെ ഓരോ സ്ഥലത്തേക്ക് പോവാന്ന് പറഞ്ഞ് പുറപ്പെടുമ്പോൾ എൻ്റെ സ്വഭാവം ഞാൻ പറയാം, എന്നാ പോണേന്നും കൂടി എനിക്കറിയില്ല.
അപ്പോൾ പോകുന്ന ദിവസം എല്ലാ ദിവസവും പോലെ ഞാനുണ്ടാവും. അപ്പോൾ അവർ പറയും ആശ്രമത്തിലുള്ളവർ പോകണമെന്ന്. ഓ പോണോ, എന്നാൽ അതിന് തയ്യാറാക്കുക, ഡ്രസ്സൊക്കെ ഉണ്ടാവും, എടുത്തിട്ട് അങ്ങോട്ട് പുറപ്പെടും. അത്രയേ ഉള്ളൂ. ആശ്രമത്തിൽ ഇരിക്കുന്നതിന് പകരം കാറിൽ കയറി എയർപോർട്ടിലേക്ക് നീങ്ങുന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. ആരാ ഇതൊക്കെ എണ്ണിക്കുറിച്ച് ഇത്രാം തീയതി പോകണു, ഇന്ന് ഇത്രയായി പി പോ ഇതെന്തത്? വേറെ ഒന്നും ഇല്ലേ നമുക്ക് ചിന്തിക്കാൻ? ആരോ അത് ചിന്തിക്കുന്നുണ്ട്, അവരുടെ നാട്ടിൽ പൊക്കോട്ടെ. സൂര്യൻ ഉദിക്കും അസ്തമിക്കും, നാളുകൾ നീങ്ങും. നമുക്ക് എന്തത്ര പ്ലാൻ ചെയ്യാനുള്ളത്? നമ്മുടെ കഴിവ് എന്നതാണെന്ന് നമുക്കറിയാം, അതിന് സംഭാവ്യം എന്തൊക്കെയാണ് അതും നമുക്കറിയാം. അപ്പോൾ എല്ലാവരും അവരവരുടെ കഴിവിനനുസരിച്ച് അതാത് ക്ഷേത്രങ്ങളിൽ പ്രവർത്തിക്കണു എന്ന ഒരു പൊതുവ്യവസ്ഥയല്ലാതെ ഇവിടെ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് പറയാൻ ഞാനോ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നേടിയത് എന്ന്. പിന്നെ ഒരു കൂട്ടർ സ്വാമിജി എനിക്ക് എല്ലാം തന്നിട്ടുണ്ട് ഈശ്വരൻ, ഞാനിത് അർഹിക്കുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല, അപ്പോൾ എനിക്ക് എല്ലാം ഉണ്ട് എന്ന്. ഇന്നാളൊരു ദിവസം ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ റിട്ടയർ ചെയ്ത് എനിക്ക് ടെലിഫോൺ ചെയ്ത് പറയുക, സ്വാമിജി എനിക്ക് സ്വാമിജിയോടൊരു കാര്യം പറയാനുണ്ട്. എന്താ അത്? ഞാൻ റിട്ടയർ ചെയ്തു, റിട്ടയറൽ ബെനിഫിറ്റ്സൊക്കെ തന്നു അവർ. ഞാൻ ലോകത്തിൽ ഏറ്റവും സന്തോഷത്തോടു കൂടി സംതൃപ്തിയോട് കൂടി ജീവിക്കുന്ന ഒരാളാണ്. എനിക്കിതൊക്കെ എന്തിനാ കിട്ടിയത്, എങ്ങനെയാണ് കിട്ടിയതെന്ന് എനിക്കറിയില്ല. ഒരു വിധത്തിൽ എൻ്റെ ഒരു മകൻ കൊച്ചിലേ മരിച്ചുപോയി. ആ മകൻ മരിച്ച ദുഃഖം എൻ്റെ മനസ്സിനെ തീണ്ടുന്നില്ല. ഇനി ഒരു മകനുള്ളവൻ വേണ്ടതുപോലെ നന്നായി, അവന് കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായി, നന്നായിരിക്കണു, വിദേശത്താണ്, നല്ല ഭർത്താവ്. ഞാൻ എത്ര സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയാണ് ഇരിക്കണേന്നറിയോ? നമ്മുടെ ശിഷ്യയാണ്, എനിക്കത് കേട്ടു. എത്ര ആളാണ് എന്നോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നത്? ഇതും സംസാരിച്ചത് ഒരാളാണല്ലോ. ഈ വാക്കിന് എന്താ നിങ്ങൾക്ക് അർത്ഥം വിചാരിക്കുക? പരമസന്തോഷത്തോടു കൂടിയിരിക്കണു, എനിക്ക് ഒരു തരത്തിലുള്ള കുറവുമില്ല, നിറഞ്ഞ മനസ്സോടു കൂടിയിരിക്കണു എന്നാണ് പറയണത്. എന്താ? ചെറുപ്പത്തിലൊരു കുട്ടി മരിച്ചുപോയി, അങ്ങനെയാണ് നമ്മുടെ അടുത്ത് വന്നതവർ. ആലോചിച്ച് നോക്കൂ. നമ്മുടെ മനസ്സ് പൂർണ്ണമാകുന്ന മനസ്സാണ്. നിങ്ങളതിനെ മുറിവേൽപ്പിക്കരുത് കേട്ടോ. ഞാൻ എപ്പോഴും പറയും, നമ്മുടെ മനസ്സൊരു നിധിയാണ്. അതിനെ നിധിയായി അറിയുന്നില്ലല്ലോ എന്നുള്ള സങ്കടമാണ് ഭൂമാനന്ദ സ്വാമിക്ക്. ഇടയ്ക്ക് കരയണോ കരഞ്ഞോളൂ, ദേഷ്യപ്പെടണോ അയൽവക്കത്തേക്ക് പോകണ്ട, വീട്ടിൽ തന്നെ ദേഷ്യപ്പെട്ടോളൂ. അപ്പോൾ അവർ പറയൂ, ഇന്ന് എനിക്ക് ഇത്തിരി ദേഷ്യപ്പെടണമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ, അതാണ് ദേഷ്യപ്പെടണേന്ന് പറഞ്ഞേക്കും. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടെങ്കിലും പറയും, ഇത്തിരി നേരം കരഞ്ഞോളൂ, എന്താ വിരോധം, എന്തൊക്കെ വേണമെങ്കിൽ ചെയ്തോളൂ, പക്ഷേ സന്തോഷമായിട്ടിരിക്കും. അപ്പോൾ ഒരു സെൻസ് ഓഫ് റിലീഫ് ഉണ്ടാവട്ടെ. അപ്പോൾ വിജ്ഞസ്യൈവ ഹി സാമർഥ്യം ഇച്ഛാനിച്ഛാ വിവർജനേ. ഈ ഇഷ്ടാനിഷ്ടങ്ങളുടെ പിന്നാലെ പോകുന്നതാണ് എല്ലാവരുടെയും സ്വഭാവവും ദിനചര്യയും. ആ ഇഷ്ടാനിഷ്ടങ്ങളോടൊരു ഗുഡ് ബൈ പറഞ്ഞ് ജീവിക്കാൻ വിജ്ഞന് മാത്രമേ സാധിക്കൂ. ഇന്ന് മുതൽക്ക് നിങ്ങൾ ഇഷ്ടാനിഷ്ടങ്ങളില്ലാതെ ജീവിച്ചു നോക്കൂ. സൂര്യൻ ഉദിക്കും അസ്തമിക്കും, നിങ്ങളുടെ ഹാർട്ടടിക്കും, ശ്വാസകോശം ചുങ്ങി വികസിക്കും, നിങ്ങളുടെ ജീവിതത്തിന് ഒരു കോട്ടവും വരില്ല, മലമൂത്ര വിസർജനങ്ങളും ഒക്കെ നടക്കും, വിശപ്പ് ഊണും. ആ ഇഷ്ടാനിഷ്ടങ്ങളില്ലാതെ ഇരുന്ന് നോക്കൂ. വിജ്ഞസ്യൈവ ഹി സാമർഥ്യം ഇച്ഛാനിച്ഛാ വിവർജനേ. മൃഗങ്ങൾക്ക് ഇഷ്ടാനിഷ്ടം വിട്ടുകളയാൻ പറ്റില്ല. പൂച്ചയ്ക്ക് എലി എങ്ങനെയായാലും വേണം. ആ എലിയെ വിട്ട് വേറെ ഒരു സാധനത്തിനെ പിടിക്കാനത് നോക്കില്ല. എലിയെ എപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ദേഷ്യമോ അതിൻ്റെ വെറുപ്പോ അതിൽ നിന്ന് അത് മാറില്ല. ഒരു യജമാനെ മാത്രം മാനിക്കുന്ന നായ്ക്കളുണ്ട്. അതിന് യജമാനൻ മാറിയാൽ രണ്ടാളുടെ അടുത്ത് മാസ്റ്റർഷിപ്പ് അത് സമ്മതിക്കില്ല. അത് അതിൻ്റെ സ്വഭാവമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണോ? അല്ലല്ലോ. എപ്പോൾ വേണമെങ്കിൽ നമ്മൾ തിരുത്താൻ തയ്യാറാവണം എപ്പോൾ വേണമെങ്കിലും. ഈ തത്വജ്ഞാനികൾക്ക് ചില സമയത്ത് ചില പിഴവുകളോ അപൂർണതകളോ ഉണ്ടാവില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ബഹുമുഖമാണ് ലോകം, ഭിന്ന രുചിയാണ് ലോകം. അതിൽ നടക്കുമ്പോഴും സഞ്ചരിക്കുമ്പോഴും പല വിധത്തിലുള്ള സമീപനം നമുക്ക് വേണ്ടി വരും, പല പ്രതികരണങ്ങളും നമുക്ക് കിട്ടും. എവിടെയെങ്കിലും പോരായ്മയോ കുറവോ ഉണ്ടെങ്കിൽ ഉടനെ അത് സമ്മതിച്ച് നികത്തുക, തിരുത്തുക, ഇതാണ് ആവശ്യം. ഒരഭിമാനത്തിലും പൊത്തിപ്പിടിച്ച് ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. 1250 അല്ല, ഏതാണ്ട് 1300 വർഷം മുൻപ് നമ്മുടെ കാശിയിൽ വാരാണസിയിൽ നടന്ന ഒരു സംഭവമാണ്. എന്ത്? സത്യാചാര്യസ്യ ഗമനേ കഥാചിൻ മുക്തിദായകം കാശീക്ഷേത്രം പ്രതി സഹ ഗൗര്യാമാർഗേതു ശങ്കരം.
ഇത് പിന്നീട് എഴുതി ചേർത്തതാകട്ടോ, എനിക്ക് തോന്നുന്നില്ല. ഒരു ദിവസം പഴയ കാലത്ത് അയിത്തൊക്കെ ഉണ്ടായിരുന്ന കാലം, എൻ്റെ ചെറുപ്പകാലത്ത് വരെ അയിത്തത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഹാ പോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആൾ തന്നെയാണ് ഞാനും. അപ്പോൾ ആ കാലമാണ്. അപ്പോൾ ആ കാലത്ത് എന്തെങ്കിലും കണ്ടാൽ ഹാ പോന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുക അങ്ങനൊരു സമ്പ്രദായമുള്ള സമയമാണ്. ആ സമയത്ത് ശങ്കരാചാര്യൻ സന്യസിച്ചാണ് പോയത്. ശിഷ്യന്മാരൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം വളരെ പ്രശസ്തനായിരുന്നു, എല്ലാവർക്കും അറിയാം. നല്ല ശിഷ്യന്മാരൊക്കെ കൂടെയുണ്ട്. ജന്മനാ ബ്രാഹ്മണനായിരുന്നു, അവർക്കാണ് സന്യാസം കൂടുതൽ ശോഭിക്കുക. അങ്ങനെയൊക്കെ ഇരുന്നല്ലോ. ഒരു കൂട്ടം ആൾക്കാർ വഴിയിൽ അവിടെ ഒരു കൂട്ടർ പോയിക്കൊണ്ടിരുന്നപ്പോൾ തോന്നി ഇവരിത്തിരി അകറ്റി നിർത്തേണ്ടവരാണെന്ന്. അപ്പോൾ കൂടെയുള്ളവരും അദ്ദേഹവും ചേറി പോ എന്ന് പറഞ്ഞു അത്രേ. സത്യാചാര്യസ്യ ഗമനെ കഥാചിൻ മുക്തിദായകം കാശീക്ഷേത്രം പ്രതി സഹ ഗൗര്യാമാർഗേതു ശങ്കരം. ആ പോകുന്ന സമയത്ത് പോകുന്ന ആളോട് വഴിമാറൂ ശങ്കരനിതാ വരണു എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. അന്യവേഷധരം ദൃഷ്ട്വാ ഗച്ഛേതി ചാബ്രവീത് ശങ്കരഃ സോപി ചാണ്ഡാല സ്തം പുനഃ പ്രാഹശങ്കരം. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? 1300 കൊല്ലം മുൻപ് നടന്ന സംഭവമാണ് ഈ പറയുന്നത്. അന്യവേഷധരം ദൃഷ്ട്വാ, പോണ ആൾ ധരിച്ചിരിക്കുന്ന വേഷം, ആ ആളുടെ ശരീരപ്രകൃതി, ഇതെല്ലാം കൂടി കണ്ട് മനസ്സിലാക്കി ഈ മനുഷ്യൻ കുറേ താണ് വകുപ്പിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് ഗച്ഛേതി ചാബ്രവീത്, ഞങ്ങൾക്ക് പോവാനുള്ള വഴി ക്ലിയറാക്കി തരൂ. പോലീസുകാർ മന്ത്രിമാർ വരുമ്പോൾ മാറ്റി നിർത്താറില്ലേ? നമ്മളൊക്കെ അൺടച്ചബിൾ ആയതുകൊണ്ടല്ലേ മാറ്റണത്? എന്താ മിണ്ടാതെ? പക്ഷെ അതിന് ആ പേര് പറയില്ല ആരും അല്ലേ? എന്താ അത്? നമ്മൾ സിറ്റിസൺസ് അല്ലേ മാറ്റി നിർത്തണത്? അപ്പം അന്നത്തെ വ്യവസ്ഥ അതായിരുന്നു, മാറ്റി നിർത്തി. ശങ്കരം സോപി ചാണ്ഡാളസ്തം പുനഃ പ്രാഹശങ്കരം. ഗച്ഛേതി പോ എന്ന് പറഞ്ഞപ്പോൾ ആ കേട്ട ആൾ മിണ്ടാതിരിക്കുന്ന ആളായിരുന്നില്ല. അദ്ദേഹത്തിന് ചിലത് ചിരിച്ചു ചോദിക്കാനുണ്ടായിരുന്നു. അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് ചോദിക്കുകയാണ്, എത്ര പെട്ടെന്ന് കഴിഞ്ഞു കാര്യം, പെട്ടെന്ന് കഴിഞ്ഞു. ഏത് പൊത്തിൽ ഏത് പാമ്പാണ് സർപ്പാണ് ഇരിക്കണതെന്ന് പറയാൻ പറ്റില്ല. ആ പൊത്തിൽ ശങ്കരൻ വിചാരിച്ച മാതിരിയല്ല, കാര്യമൊന്ന് വേറെയായിരുന്നു. അന്നമയാദന്നമയം അഥവാ ചൈതന്യമേവ ചൈതന്യാത് ദ്വിജവരദൂരീകർത്തും വാഞ്ചസി കിം ബ്രൂഹി ഗച്ഛേതി. എന്ത് അല്ലേ ശങ്കര, എന്നോട് മറുപടി പറയും. അങ്ങ് ഗച്ഛ എന്ന് പറയുന്നത് ആരോടാണ്? എൻ്റെ ശരീരത്തോടാണോ പറയുന്നത്? എന്നാൽ അങ്ങയുടെ ശരീരവും പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടായതാണ്. എൻ്റെ ശരീരത്തിലും അതേ പഞ്ചഭൂതങ്ങളാണ്. അങ്ങയുടെ ശരീരത്തിലില്ലാത്തൊരയിത്തമോ അശുദ്ധിയോ ഈ ശരീരത്തിൽ ഉണ്ടാകുമോ? കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഉണ്ടാകുമോ? മറുപടി പറയൂ. ഞാൻ പോകാം. പോകുന്നതിന് കാരണം പറയണം. എന്തടിസ്ഥാനത്തിലാണ് ഞാനിവിടെ നിന്നാൽ അങ്ങയ്ക്ക് കെടുതൽ? ഇനി ചൈതന്യമേവ ചൈതന്യാത്, ഈ ശരീരത്തിൽ ഉജ്ജീവിപ്പിച്ച് നിർത്തുന്ന ഒരു ചൈതന്യമുണ്ട്. ആ ചൈതന്യം അങ്ങയുടെ സിദ്ധാന്തപ്രകാരം അങ്ങയുടെ ഉള്ളിലും എൻ്റെ ഉള്ളിലുമുള്ളത് ഒരേ പരമാത്മാവാണ്. ആ പരമാത്മാ സർവവ്യാപിയുമാണ്. സർവവ്യാപിയായ ഒരേ പരമാത്മാവ് മാറുമോ, നീങ്ങുമോ? എവിടെ നിന്ന് എവിടേക്ക്? അത് നിറഞ്ഞിരിക്കുന്നതല്ലേ. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ, ഇതല്ലേ അതിൻ്റെ നിർവചനം നമ്മുടെ ഉപനിഷത്തിൽ. അപ്പം അങ്ങ് ശരീരത്തെ ലാക്കാക്കി നീങ്ങാൻ പറയുന്നുവോ? നിരർത്ഥകം. ആത്മാവിനെ ലാക്കാക്കി നീങ്ങാൻ പറയുന്നുവോ? അർത്ഥശൂന്യം. ആ ആൾ മിണ്ടിയില്ല, നിർത്തിയില്ല. 2 ചോദ്യം ചോദിച്ചു. കിം ഗംഗാംബുനി ബിംബിതേംബരമണൗ ചണ്ഡാലവാടീപയഃ പൂരേ ചാന്തരമസ്തി കാഞ്ചനഘടീ മൃത്കുംഭയോർവാംബരേ പ്രത്യഗ് വസ്തുനി നിസ്തരംഗ സഹജാനന്ദാവബോധാംബുധൗ വിപ്രോയം ശ്വപജോയമിത്യപി മഹാൻ കോയം വിഭേദഭ്രമഃ. ഇതാണപ്പാ ഭാരതം.
ഇതല്ലാത്തതല്ല നമ്മുടെ ഭാരതം. ആർക്ക് എപ്പോൾ വേണമെങ്കിൽ തെറ്റ് സംഭവിക്കാം. ആ തെറ്റ് ചൂണ്ടിക്കാണിക്കപ്പെടണം. ചൂണ്ടിക്കാണിച്ചാൽ അതിനെ മാനിക്കണം. ആളെ നോക്കാതെ മാനിക്കണം, സ്ഥാനം നോക്കാതെ മാനിക്കണം. അതിൽ വലിപ്പ ചെറുപ്പമില്ല, അതിൽ പ്രായവ്യത്യാസമില്ല. ഇവിടെ ജ്ഞാനവൃദ്ധന്മാരും വയോവൃദ്ധന്മാരുമുണ്ട്. ജ്ഞാനവൃദ്ധന്മാരുടെ മുൻപിൽ കുമ്പിടുന്ന സംസ്കാരം നമുക്കുണ്ട്. മരിച്ചാൽ ആ ശരീരത്തിൻ്റെ മുൻപിൽ എല്ലാവരും വന്ന് നമസ്കരിക്കും. ശത്രുത്വ മിത്രത്വം ഇതൊക്കെ ജീവിച്ചിരിക്കുമ്പോഴാണ്. ഇതാണ് നമ്മുടെ സംസ്കാരം. ചോദിക്കണു ആ മനുഷ്യൻ, കിം ഗംഗാംബുനി ബിംബിതേംബരമണൗ ചണ്ഡാലവാടീപയഃപൂരേ ചാന്തരമസ്തി കാഞ്ചനഘടീ മൃത്കുംഭയോർവാംബരേ. മറുപടി പറയൂ ശങ്കര. ഒരു ചണ്ടാളൻ്റെ കുടിലിൽ ഒരു പൊട്ടക്കുഴിയുണ്ട്. അതിൽ കുറച്ച് വെള്ളം കെട്ടി നിൽക്കുന്നു. അപ്പുറത്ത് ഗംഗാനദി അതിശുദ്ധ നിർമ്മലമായി ശിവൻ്റെ ജടയെന്ന് ഒഴുകിയത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ രണ്ടെണ്ണത്തിലും ഒരേ ഒരു സൂര്യൻ പ്രതിബിംബിക്കുന്നു. ഈ രണ്ട് പ്രതിബിംബങ്ങളിൽ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എൻ്റെ പൊന്നു ശങ്കര? അങ്ങയുടെ സിദ്ധാന്തപ്രകാരം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരൂ. പോരാത്തതിന് കാഞ്ചനഘടീ മൃത്കുംഭയോർവാംബരേ, സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു കുടം, അതിൻ്റെ ഉള്ളിലുള്ള ആകാശം, മൺകുടത്തിൻ്റെ ഉള്ളിലുള്ള ആകാശം, ഈ രണ്ട് ആകാശത്തിനും തമ്മിൽ സ്വല്പമെങ്കിലും നിറവ്യത്യാസമോ മണവ്യത്യാസമോ ഉണ്ടോ? മൺകുടത്തിനെ മണ്ണാകാശം എന്ന് പറയുമോ? പൊൻകുടത്തിലുള്ള ആകാശത്തിനെ സ്വർണാകാശം എന്ന് പറയുമോ? അതുകൊണ്ട് അങ്ങ് ആരെയായി മാറ്റി നിർത്താൻ പറഞ്ഞത്, മാറാൻ പറഞ്ഞത്? ശരീരമാണെങ്കിൽ രണ്ട് ശരീരവും ഒരുപോലെ, ആത്മചൈതന്യമാണെങ്കിൽ അതൊട്ട് നീങ്ങൂല്ല. എന്താത് എന്ന് ചോദിച്ചപ്പോൾ ശങ്കരൻ അന്താളിച്ച് കാര്യം മനസ്സിലായി. അയ്യോ! ഉടനെ അദ്ദേഹം ഈ വന്ന ആളെ, ഇത് ചൂണ്ടിക്കാണിച്ച ആളെ പ്രണമിച്ചുകൊണ്ട് മനീഷാ പഞ്ചകം എന്ന 5 ശ്ലോകം എഴുതി. ആ ശ്ലോകത്തിൽ ആദ്യത്തെ ശ്ലോകം ഇതാണ്: ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു സ്ഫുടതര യാ സംവിദുജൃംഭതേ യാ ബ്രഹ്മാദി പിപീലികാം തദനുഷു പ്രോധാ ജഗത്സാക്ഷിണീ സൈവാഹം ന ച ദൃശ്യവസ്ത്വിതി ദൃഢപ്രജ്ഞാപി യസ്യാസ്തി ചേത് ചാണ്ഡാലോസ്തു സദുദ്വിജോസ്തു ഗുരുരിത്യേഷാ മനീഷാ മമ. ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും ഒരുപോലെ നിറഞ്ഞിരിക്കുന്നു ഒരു പ്രവാഹം. അതിൻ്റെ പേരാണ് സംവിത്, ചേതന, പ്രജ്ഞ, ബോധം എന്നൊക്കെ. അതാണ് ബ്രഹ്മാവിൽ നിന്ന് ആരംഭിച്ച് ഉറുമ്പ് വരെയുള്ള എല്ലാ ജീവജാലങ്ങളിലും ഒരുപോലെ ഇടമുറിയാതെ വ്യാപിച്ചു കിടക്കുന്നത്. അങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന ചൈതന്യവിശേഷമാണ് സൈവാഹം. ഞാൻ അതാണ്. ഈ പാഞ്ചഭൗതികമായി ജനിച്ചു മരിക്കാനുള്ള ശരീരമല്ല. ദൃശ്യവസ്ത്വിതി, ദൃശ്യമായിരിക്കുന്ന ശരീരമോ പ്രപഞ്ചമോ അല്ല ഞാൻ. ആ ഉള്ളിലുള്ള പ്രവാഹമാണ്, ആ പ്രജ്ഞാവിശേഷമാണ് എന്ന് ദൃഢപ്രജ്ഞാപിയസ്യാസ്തി ചേത്. ആർക്കാണോ ഉറച്ച വിശ്വാസം, വിവേകം, വിചാരമുള്ളത്, ആർക്കാണോ ഉറച്ച വിശ്വാസം, വിവേകം, വിജ്ഞാനമുള്ളത്, ആ ആൾ ചാണ്ഡാലോസ്തു, ആ ആൾ ചണ്ടാളനാവട്ടെ, സദുദ്വിജോസ്തു, ദ്വിജവര്യനാവട്ടെ. ചാണ്ഡാലോസ്തു സദുദ്വിജോസ്തു ഗുരുരിത്യേഷാ മനീഷാ മമ. എൻ്റെ ഗുരുവാണ് എന്നാണ് എൻ്റെ ഉറച്ച അഭിപ്രായം എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രണമിച്ച് സ്വയം തെറ്റിദ്ധരുത്തി. എവിടെ പോയി ഈ കാര്യങ്ങൾ? ഒന്ന് ആലോചിച്ച് നോക്കൂ. പരമജ്ഞാനിയാണെങ്കിലും ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന സമയത്ത് സാധാരണ ഒരു ചൊല്ലുണ്ട് മലയാളത്തിൽ, ഉപ്പും പുളിയും കഴിക്കുന്ന നാവല്ലേ തപ്പും പിഴയും ഒക്കെ ചിലപ്പോൾ വരുന്നു. അങ്ങനെയൊക്കെ നമുക്ക് വന്നു എന്ന് വരാം. വരുമ്പോൾ ആര് ചൂണ്ടിക്കാണിക്കുന്നുവോ, കാണിച്ചാൽ ഉടനെ അത് മനസ്സിലാക്കി തിരുത്തി ആ ജ്ഞാനം നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറായിരിക്കണം. തേനീച്ച പോലെ ആവണം നമ്മൾ. പല പുഷ്പങ്ങളിലും പോയി
എന്തെല്ലാം തേനിൻ്റെ അംശമുണ്ടോ അത് മുഴുവനും എടുത്ത് പകർന്നെടുക്കുന്നത് പോലെ എല്ലാ സ്ഥലത്തിൽ നിന്നും ജ്ഞാനമെടുക്കാൻ നമ്മൾ തയ്യാറാകണം. ഇതാണ് നമുക്ക് ആവശ്യം. അതിനാണ് മനുഷ്യജന്മം. ഇങ്ങനെ തിന്ന് കുടിച്ച് പെരുകി വർദ്ധിച്ച് ഉറങ്ങി അങ്ങനെ കഴിയാനല്ല. നമ്മുടെ വികസിക്കണം, മനസ്സിനെ സമ്പുഷ്ടമാക്കണം, ബുദ്ധിയെ വികസിതമാക്കണം, വിവേക നിർഭരമാക്കണം. പ്രജ്ഞാവിശേഷമാണ് ശരിയായ വിശേഷം. നമുക്കിന്ന് നിർത്തുക. നാളെ അവസാനത്തെ ദിവസമാണ്. എല്ലാവരും നേരത്തെ 5:30 മണിക്കും 6 മണിക്കും ഇവിടെ എത്തിച്ചേരൂ. ഞാനും വരാം. നമുക്ക് കൃത്യം 6 മണിക്കെങ്കിലും തുടങ്ങണം. അതനുസരിച്ച് നമുക്ക് അവസാനിപ്പിക്കുകയും ചെയ്യാം. ഇങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടി എല്ലാവരും വന്ന് ഇത് കേൾക്കുന്നത് വലിയ ഒരു കാര്യമാണ്, ഉപായപ്പെട്ടതല്ല. അതിൽ നിങ്ങളെല്ലാവരും അതിൻ്റെ വിലയും നിലയും പ്രയോജനവും മനസ്സിലാക്കിയാൽ എനിക്കതിൽ നല്ല കൃതാർത്ഥതയുണ്ട്. സംഘാടകന്മാർക്കും വളരെ ഒരു സംതൃപ്തിക്ക് അവകാശമുണ്ട്. നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാണ്. ഇങ്ങനെ ഒരു ചർച്ച സാധ്യമാകത്തക്ക വിധത്തിൽ ഇവിടെ എല്ലാവരും സന്നിഹിതരായി കേൾക്കുന്നുണ്ടല്ലോ. നാളെ നമുക്കിത് വേണ്ടതുപോലെ കേട്ട് പരിസമാപിപ്പിക്കാം. ശാന്തസ്വഭാവമജരാത്മകമേക സത്യം സംവിത്പദം നിരുപമം കലനാവിഹീനം അന്തർബഹിശ്ച ബഹുധാ വ്യവഹാര്യമാണം തദ്ദൈവമേവ മമ സർവം അഹം തദേവ തദ്ദൈവമേവ മമ സർവം അഹം തദേവ. ഹരി ഓം. ഹരി. സമാപന ഓംകാരം എല്ലാവരും അതിനനുസരിച്ച് നിങ്ങൾ ആസനസ്ഥരായിരുന്ന് ജപിക്കൂ എൻ്റെ കൂടെ. ലോകം മുഴുവനും നന്നാവട്ടെ, നിങ്ങളടക്കം. ഓ ഹരി ഓം തത്സത്.